dance from heaven's throne through the cross will not. ജയത്തോടെ നടത്തിയതാ നന്ദിയറിഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന നന്ദിയറിഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന യേശുരാജനെ എന്നും സ്തുതിപ്പീൻ യേശുരാജനെ എന്നും സ്തുതിപ്പീൻ ഗോതമ്പു പോലെ നെയ്യും പാറ്റിടുവാൻ ശത്രു അണഞ്ഞിടുമ്പോ ഗോതമ്പു പോലെ നെയ്യും പാറ്റിടുവാൻ ശത്രു അണഞ്ഞിടുമ്പോ താഴടിയാകാതെന്റെ വിശ്വാസം കാത്തതിനാ താളടിയാകാതെ എന്റെ വിശ്വാസം കാത്തതിനാ നന്ദിയറിഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന നന്ദിയറിഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന യേശുരാജനെ എന്നും സ്തുതിപ്പീൻ യേശുരാജനെ എന്നും സ്തുതിപ്പീൻ കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനീഴൽ യേശാതന്നെ ബോധ്യമുള്ളവർ പറഞ്ഞേ കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനീഴൽ യേശാതന്നെ കരുണയിൽ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതിനാമയോടൊപ്പം കരുണയിൽ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതിനാ നന്ദിയറിഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന നന്ദിയറിഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന യേശുരാജനെ എന്നും യേശുരാജനെ എന്നും നന്ദിയറിഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന നന്ദിയറിഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന യേശുരാജനെ എന്നും സ്തുതിപ്പീൻ യേശുരാജനെ എന്നും സ്തുതിപ്പീൻ യേശുരാജനെ
എന്നും സ്തുതിപ്പിൻ. യേശുരാജനെ എന്നും സ്തുതിപ്പിൻ. കഴിഞ്ഞ വർഷം മരണത്തിൽ കരിനീഴ ഏകാദങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൽ കരിനീഴ ഏശാദങ്ങൾ. കരുണയിൽ ചിറകടിയിൽ ഒളിഞ്ഞു സൂക്ഷിച്ചതിനാ. അതിയോട് പറഞ്ഞമേ. കരുണയും ചിറകടിയിൽ ഒളിഞ്ഞു സൂക്ഷിച്ചതിനാ. കരുണയും ചിറകടിയിൽ യേശുവേ പൊതിഞ്ഞു സൂക്ഷിച്ചതിനാ. ഓ കരുണയും ചിറകടിയിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിച്ചതിനാ. രാത്രിയിലും എനിക്ക് നിങ്ങൾക്ക് ബോധ്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും, എന്റെ കർത്താവിന്റെ കരങ്ങൾ എന്നെ പൊതിഞ്ഞു സൂക്ഷിച്ചത് കൊണ്ട്, എന്റെ കർത്താവിനെ നടത്തിയത് കൊണ്ട്, എന്റെ കർത്താവിനെ കൊണ്ടുവന്നത് കൊണ്ട്, ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിന്റെ സാന്നിധ്യം നന്ദിയോടെ എന്റെ അപ്പനെ സ്തോത്രം ചെയ്യുന്ന ബോധ്യമുള്ളവർ അല്പനിമിഷങ്ങൾ ആത്മാവിൽ അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാ അധരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ചലിക്കട്ടെ. എല്ലാ ഉള്ളങ്ങളും ചില നിമിഷങ്ങൾ ഹല്ലേലൂയ ആത്മനിറവോടെ ഇന്ന് രാത്രിയിൽ യേശു കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ 2024 നമ്മെ വിട്ട് കടന്നുപോയി. ഹല്ലേലൂയ അതങ്ങനെ വെറുതെ കടന്നു പോകുകയല്ലായിരുന്നു. അവനെ കടന്നുപോയ സന്ദർഭങ്ങളിൽ അതിന്റെ യാത്രയിൽ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ നമ്മെ നാശങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അടിച്ചുയരാഞ്ഞിട്ടല്ല, വേദനകളും സങ്കടങ്ങളും വരാഞ്ഞിട്ടല്ല. എന്നാൽ അതൊന്നും ഹല്ലേലൂയ അനർത്ഥങ്ങൾ വ്യസനഹേതുവായി തീരാതെ ആമേൻ നമ്മുടെ കണ്ണുകൾ ഹല്ലേലൂയ ആമേൻ കണ്ണുനീരിനാൽ ആമേൻ സ്തോത്രം ഏറ്റപ്പെടാതെ ആമേൻ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ പാദങ്ങളെ വീഴ്ചകളിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിന്റെ പിടിയിൽ നിന്നും, നമ്മെ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നമ്മുടെ കർത്താവ് പരിപാലിച്ച് സൂക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹമോർക്കുമ്പോൾ ഇന്ന് രാത്രി ചേർന്ന് പറയാൻ പറ്റുമോ, എന്നെ പൊതിഞ്ഞൊരു കരമുണ്ട്, എന്നെ സംരക്ഷിച്ച ഒരു അധരങ്ങൾ തുറക്കട്ടെ. ആത്മാവിൽ എന്റെ ഭാഷകളിൽ ചില നിമിഷങ്ങൾ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തവരാണ്. അവൻ മരണം നിന്റെ വാതിൽക്കൽ വന്ന് നിന്നെ മുട്ടി വിളിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന സംഹാരകൻ നിനക്കെതിരെ കയറി വന്നപ്പോൾ കോട്ട കാത്തത് ഞാനും നിങ്ങളുമല്ല, കോട്ട സംരക്ഷിച്ചത് വാതായനങ്ങൾ ഉറപ്പിച്ചത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. അബോധ്യമുള്ളവർ അല്പനിമിഷങ്ങൾ ആത്മാവിൽ കരങ്ങൾ തൊട്ടി എങ്ങനെ വചനങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്യുവാൻ ബോധ്യമുള്ളവർ അല്പത്തിൽ നിമിഷങ്ങൾ ആത്മാവിൽ ചേർന്ന് യേശു കർത്താവിനെ ദൈവത്തോടൊന്ന് പ്രതികരിച്ചു തുടങ്ങിയേ, ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങിയേ. ആ സ്നേഹകരങ്ങൾക്കായി, ആ പൊൻകരങ്ങൾക്കായി, ആ കുറുകിയിട്ടില്ലാത്ത കരങ്ങൾക്കായി, അവിശ്വസ്തമായ കരങ്ങൾക്കായി നമ്മുടെ കർത്താവിന്റെ സ്നേഹമോ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നന്ദിയോടെ ചേർന്ന് പറയാം. 2025 പ്രാരംഭ മാസത്തിൽ അതിന്റെ ആദ്യത്തെ ആഴ്ചയിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട നന്മയ്ക്കായി വിലപ്പെട്ട സമയത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു.
ഇതെന്റെ കഴിവോ പ്രാപ്തിയല്ല എന്നെ ഇവിടെ എത്തിച്ചത്. എന്നെ എത്തിച്ചത് ദൈവകൃപയാണ്. അബോധ്യമുള്ളവർ ചേർന്ന് കർത്താവിനെ ഒന്ന് ബന്ധപ്പെടുത്തി എല്ലാ പുകഴ്ചയും എല്ലാ ആരാധനയും ദൈവത്തിന് നൽകി. നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്ന് പകൽ ഇന്ന് രാത്രി സ്വർഗം നമ്മെ ആശീർവദിക്കും. അവിടുത്തെ എല്ലാ കൃപകളും നമ്മുടെ മേൽ സ്വർഗം പകരും. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് ഇടപെടുന്ന രാത്രിയാണ്. വാസ്തവമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംവാദിക്കുന്ന രാത്രി. നമ്മുടെ ഭാരങ്ങളും വേദനകളൊക്കെ എടുത്തു മാറ്റുന്ന രാത്രിയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. പ്രാരംഭമായി സഹോദരിമാരുടെ ഭാഗത്തൊരാൾക്കും ശേഷം സഹോദരന്മാരുടെ ഭാഗത്ത് മറ്റൊരാൾക്കും വളരെ വേഗത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ദാസൻ അവൻ പ്രിയ മോൻഷാൻ അവൻ സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നല്ല സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ആദ്യത്തെ ആഴ്ചയിൽ കർത്താവേ അങ്ങേ സ്തുതിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കഴിവും എടുക്കുമൊന്നുമല്ല, അവിടുത്തെ കരുണയൊന്ന് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും താഴ്ത്തി സമർപ്പിക്കുക. അപ്പ ഞങ്ങളുടെ കുറവുള്ള കുറ്റങ്ങളും ഓർക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മക്കളെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ നീ അറിയുന്നല്ലോ. അവർക്ക് ഉത്തരവാദിത്തമേ പ്രാർത്ഥിക്കുന്നു. ദേവദാസനും കുടുംബത്തെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ കുപ്പയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യമുള്ള വചനം വിളമ്പി തരുവാൻ നിന്റെ മകനെ ബലപ്പെടുത്താൻ ശക്തിയിരിക്കണം. പരിശുദ്ധാത്മാവിനെ വർഷിപ്പിക്കുവാൻ ദൈവനെ വചനം പറയുവാൻ നിന്റെ മകനെ ബലപ്പെടുത്താൻ ശക്തിയായിരിക്കും പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൂടുതലായി ആത്മാക്കൾ കടന്നു വരുവാൻ ഞങ്ങൾ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളെല്ലാവരും താഴ്ത്തി സമർപ്പിക്കുന്നു. ആരാധന താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം. പ്രാർത്ഥന സ്തോത്രം. നാം തന്നെ ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണയുള്ളവേ സ്വർഗ്ഗീയ പിതാവേ, ഇന്നലെ രാത്രിയിലായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ ആണ്ടിന്റെ ആഴ്ചയിൽ കർത്താവേ രാത്രികാലം സമയമായ ദിവസം നീക്കണമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും സുഖത്തിലെ ദൈവം ഞങ്ങളുടെ അവസരങ്ങൾ തന്നുള്ള കർത്താവ് കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ച് പലവിധமான പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, നിരാശകൾ, വേദനകൾ, രോഗങ്ങളൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും കർത്താവ് ഞങ്ങളെ തകർത്ത് കളയാതെ മുടിച്ചു കളയാതെ കൊണ്ട് കർത്താവ് പിന്നെ 20 വർഷം കൂടെ ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. കർത്താവ് ഈ രാത്രി വർഷക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ സുഖത്തിലെ ദൈവം ഞങ്ങളുടെ യാത്രമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാനും പെരുമാറാകണം. ദൈവം ഞങ്ങളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്ന പ്രകാരം ദൈവങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവവിശ്വാസമായ മുക്തിപരമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോടെ ഓടുവാൻ സുഖത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പോയ എല്ലാ കാലത്തുമായിട്ടും അനുസൂതി എപ്പോഴും നാളിരിക്കുന്നു ചേർന്ന് പറയുവാൻ തക്കണം. സുഖത്തിലെ ദൈവം നാളും ഞങ്ങളുടെ യാത്രമേ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി അവിടെ യാത്രകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതിനെ ആരാധിക്കുന്ന സഭയായി തീരുവാൻ യാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലെ സമയത്ത് അനുഗ്രഹിച്ച് താരന്റെ 25 സ്ഥലം പോരാതെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന രാത്രികാലം കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും കുട്ടികളുടെ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവൊന്നും കൂടാതെ കടന്നു വരുവാൻ യാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഒന്നിച്ച് ആരാധിക്കുന്ന കർത്താവ് ഓരോരുത്തരും ജീവിതാനുഗ്രഹത്തിനും വിടുതലും കാരണമായി തീരുവാൻ സഹോദരരുടെ യാത്രകാലങ്ങൾ ഒന്നെല്ലാം പ്രിയപ്പെട്ടവർക്കായി സ്വന്തം കർത്താവ് ഒന്നിച്ച് സന്തോഷിച്ച് ആരാധിച്ച് തുടങ്ങിപ്പോവാൻ കർത്താവിടെ യാത്രമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആദ്യമായി സമീപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ കുടുംബത്തിനായി സ്വന്തം കർത്താവെ മക്കളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥികൾ കടന്നു വന്നവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സന്തോഷിപ്പാൻ സഹോദര ദൈവം എല്ലാ വിഷയത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇതാളുകളിൽ പ്രത്യാശയുള്ളവരെ ആജീവിപ്പാൻ കർത്താവ് എല്ലാം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാസന കുടുംബത്തിനായി സ്വന്തം കർത്താവാസനമായിരിക്കുന്ന സ്ഥാനത്ത് പരിപാടികൾ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപമാണെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷക്കാലം സ്വന്തം ദാസനെ അനുഗ്രഹിച്ചാൽ ദൈവത്തിന്റെ കൃപ നിറയ്ക്കണമേ. സഭയെ നടത്തുവാൻ വേണ്ടുന്നതായ ദൈവത്തിന്റെ കൃപ പശുദാത്മാവിനുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല സൃഷ്ടിയുടെ ദാസനെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ബന്ധപ്പെടുന്ന സംസാരിക്കുന്ന ജനത്തിന് വേണ്ടുന്നതായ ആലോചനകൾ അറിയിപ്പാൻ കർത്താദാസനെ ഏൽപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വചനങ്ങൾ കേട്ട് ആലോചനകൾ കേട്ട്
കർത്താവെ ഞങ്ങളുടെ സമർപ്പിച്ച് അടങ്ങി പോകാൻ കർത്താവിടെ ആ കണ്ടുകൊണ്ട് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ആത്മാവിൽ ആരാധിപ്പാടുന്ന പാട്ടുകൾ പാടുവാൻ കർത്താവിനെല്ലാം ബലപ്പെടുത്തുമാറായെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അവസാനം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് സഹായിക്കുന്ന അടികളെ കുടുംബമായി കാത്തി സമർപ്പിക്കുന്നു. രക്തം കൊണ്ട് മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടുണ്ട് സ്തോത്രം എല്ലാം അപേക്ഷിക്കുന്നു. കൃപയോടെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കാൻ കരമേർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് 150 സങ്കീർത്തനം കർത്താവിൻ്റെ ദാസൻ പ്രിൻസ് മുന്നോട്ട് വന്ന് ആമേൻ വായിക്കും. വാക്യ പ്രതിഗാനമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. 150 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവൻ്റെ ബലമുള്ള ആകാശോദ്യാനത്തിൽ അവനെ സ്തുതിപ്പീൻ, കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. അടുത്ത 2 വാക്യം ചേർന്ന് വായിക്കാം. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, ജീവനുള്ളൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തിനായ കർത്താവിനെ സ്തോത്രം ചെയ്യാം. എത്ര പേർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യും? ആമേൻ. നാം വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞത് ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ആമേൻ. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എനിക്ക് ജീവൻ നൽകിയിരിക്കുന്നത് കൊണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് ആരോഗ്യം നൽകിയിരിക്കുന്നത് കൊണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം നൽകിയിരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ ജീവനോടെ ഞാൻ ദൈവഭാഗയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബോധ്യമുള്ളവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രിയ ദാസൻ മുന്നോട്ട് വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ പല പ്രാവശ്യം ദൈവസഭയിൽ സാക്ഷ്യം പറയണമെന്ന് ആമേൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊരു അവസരം പലപ്പോഴും തനിക്ക് ലഭിച്ചിട്ടില്ല. ആമേൻ. ചുരുക്കമായിട്ട് ആണെങ്കിലും ആമേൻ കർത്താവിന്റെ ദാസൻ തൻ്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്തത്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്, താനൊരു മിറക്കിളാണ്, നമ്മൾ വിശ്വസിക്കത്തില്ല. ആമേൻ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, താനൊരു മിറക്കിളാണ്, വൈദ്യശാസ്ത്രത്തിന് പോലും ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ അല്ലെങ്കിൽ സഹായിപ്പാൻ കഴിയാത്ത ഒരു തലത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു, ദൈവം എങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും, ദൈവം എങ്ങനെ നിലനിർത്തുന്നു ഇന്ന് രാത്രിയിൽ നാം കേൾക്കും. ആമേൻ. നമ്മുടെ ദൈവം വലിയവൻ. വൈകുമ്പോൾ പാടും വയൽപ്പൂ പോലും സോളമേനേക്കാൾ സുന്ദരമാം സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമേനേക്കാൾ സുന്ദരമാം സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. വാക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ഒരു ദാസൻ കടന്നു വന്ന ദൈവജനം ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ഈ സഭയിൽ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ഏറെക്കുറെ ഒരു വർഷത്തോളം അടുത്തായിരിക്കുന്നു. എനിക്കും പ്രിയപ്പെട്ടവർക്ക് മോനും ഇവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഇന്ന് വളരെ ഇവിടെ കടന്നു വരുന്ന സമയത്ത് ഞങ്ങൾ റൂമുകളൊക്കെ ഇല്ലാതെ വിഷമിച്ച സമയത്ത് 6 മാസം താമസിക്കാൻ ഒരു വില്ല ദൈവം തന്നു. അന്ന് ജയോത്സവമായി ദൈവം നടത്തി. അന്ന് എനിക്ക് ജോലിയില്ലായിരുന്നു, ജോലിയില്ലാതെ വളരെ ഭാരപ്പെട്ടു. മോനും ജോലി കയറിയ എന്നാലും നല്ലൊരു ജോലി ഇല്ലായിരുന്നു. അങ്ങനെ പലതരത്തിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന. എന്നാൽ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. തലയ്ക്കകത്ത് തലയോടിന് കിഴുത്ത ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ENT പറഞ്ഞു ഫിസിഷ്യനെ കണ്ട്
ഷുഗർ കുറച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ചെല്ലണം. തലയൊട്ടി തുറന്നുള്ള ഓപ്പറേഷനാണ്. അത് പുട്ടിയിടണം, ഹോളുള്ളതുകൊണ്ട് പുട്ടിയിടണം, അല്ലെങ്കിൽ മാംസം ചെത്തി അതിനകത്ത് വെച്ച് അത് അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് വിസ കിട്ടി. എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, ദൈവമേ പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കും. കാരണം ഒത്തിരി അതിലും വലിയ ഭീകരമായ അവസ്ഥയിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് എനിക്കതൊരു നിസ്സാരമായിട്ട് തോന്നുകയും കൂടെ ചെയ്തു. പിന്നെ അതിലുപരിയായി ഞാനിവിടെ ആദ്യം വരുമ്പോഴൊക്കെ ഞാൻ ഇരിക്കുന്ന ഒരു ഈ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നായിരിക്കുന്നത്, മൂക്കിനകത്ത് ഇപ്പോഴും ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രഹസ്യമായിട്ടും. പക്ഷേ ഞാൻ വന്നപ്പോഴും പോകുമ്പോഴും വരുമ്പോഴെല്ലാം എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് തലയ്ക്കകത്ത്. കാരണം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് ആ ഹോൾ അടച്ചില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഡോക്ടറെ സത്യം പറഞ്ഞാൽ കളിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ജോലി കിട്ടുമെന്ന് ഓർത്ത് വന്നു, ജോലി ഇല്ലാതെ ഇവിടെ കുറേ നാൾ നടന്ന്. അപ്പോൾ എല്ലാവരും മക്കൾ വരെ എന്നെ വഴക്ക് പറഞ്ഞു, ചാച്ച നാട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു, ഇവിടെ വന്ന് അസുഖമായിട്ട്. ഈ അസുഖം വെച്ചോണ്ട് ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഇവിടുത്തെ ആരാധനയിൽ എനിക്ക് ശക്തമായിട്ട് ഞാനിതിനിടയ്ക്കെല്ലാം ഇവിടെ ശക്തമായിട്ട് തലയെ കൈവെക്കും, നെഞ്ചത്ത് കൈവെക്കും, മൂക്കെ കൈവെക്കും, ഇതെല്ലാം വെക്കും. കാരണം വളരെ ബുദ്ധിമുട്ട്. വീട്ടിലുള്ളവർക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അതുപോലെ നമുക്കറിയാം, തലയ്ക്കകത്തുനിന്ന് ഓട്ടിക്ക് കിടത്തി ഉണ്ടായിട്ട് അവിടുന്ന് ഈ തലച്ചോറിനകത്തു നിന്നുള്ള ഇങ്ങനെ ബുദ്ധിമുട്ട് മൂക്കിനകത്തോടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒലിച്ചു വരും. അപ്പോൾ ആൾക്കാർക്കൊക്കെ അസ്വസ്ഥ. എനിക്ക് മറ്റുള്ള ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ആരെയും ഭൈവനെ പോലും എന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇപ്പോൾ എവിടെ നിന്ന് ധൈര്യമായിട്ട് മൂക്ക് ചീറ്റാം, ആ ഹോൾ അടഞ്ഞെന്ന് തോന്നും. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷമാണ് അത് സംഭവിച്ചത്, മിർക്കിൾ സംഭവിച്ചത്. നമുക്കൊരു ചെല്ലുന്നിടത്ത് ഓരോരുത്തർ വിശ്വാസങ്ങളുണ്ട്. ചിലപ്പോൾ വേറെ പല പ്രാർത്ഥനയ്ക്ക് പോയെന്നോ അല്ലെങ്കിൽ നമ്മൾ പോകാമെന്ന് ഇരിക്കട്ടെ. പക്ഷേ എവിടെയെങ്കിലും ഒരിടത്ത് ദൈവം നമ്മുടെ ഹൃദയത്തെ കേന്ദ്രീകരിക്കും, അല്ലെങ്കിൽ അവിടെ ആക്കും. എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ രോഗം സൗഖ്യമായി. എനിക്കിപ്പോൾ മൂക്കിനകത്ത് ഒരു കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് വൈഫിന് ഇവിടെ വെച്ച് കണ്ടോ അസുഖം ഉണ്ടായി. അത് മരണകരമായ ഒരു ഇതുമാണ്. അത് ഈ ആലയത്തിൽ വെച്ചാണ് അവൾക്ക് സംഭവിച്ചത്. വഴിയിൽ വെച്ച് സംഭവിക്കുകയാണ്. ഒരുപക്ഷെ അവൾ മരണപ്പെട്ടു പോയതിനും. അന്നേരത്തെ സിറ്റുവേഷൻ ഞങ്ങളുടെ വളരെ മോശമായിരുന്നു. അന്നേരം ഇവിടുത്തെ ദേവദാസന്മാരൊക്കെ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു. പറയുകയാണെങ്കിൽ അതിൻ്റെ തക്ക സമയത്ത് ഉത്തരം വെള്ളുന്ന പോലെ, തക്ക സമയത്ത് മറുപടി ഇരുന്ന പോലെ ജനവും ദൈവമക്കളും ദൈവദാസന്മാരും ആ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദുബായ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ റഷീദിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഓപ്പറേഷൻ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന്. ഇതെല്ലാം പ്രാർത്ഥനയാൽ സംഭവിച്ചാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫാദറിനെ എൻ്റെ മുന്നിലിട്ട് കുത്തിക്കൊന്നിട്ടുണ്ട്. എൻ്റെ അനിയൻ മരിച്ചു പോയിട്ടുണ്ട്, എൻ്റെ വല്യപ്പൻ മരിച്ചു പോയിട്ടുണ്ട്, എൻ്റെ പേരപ്പൻ മരിച്ചു പോയിട്ടുണ്ട്. ഒത്തിരി മരണങ്ങൾക്ക് ദൃക്സാക്ഷിയും അടക്കാൻ അതിനൊക്കെ മെയിൻ കാര്യം എൻ്റെ വീട്ടിൽ ഞാനായിരുന്നു മൂത്തയാൾ. ഇതിനെല്ലാം കണ്ണുനീരോട് ആ സമയത്തെല്ലാം ഉണ്ടായിരുന്ന ഞാനാണ്. എൻ്റെ അപ്പൻ്റെ മരണത്തിൽ നിന്നൊക്കെയും അവർക്ക് രക്ഷിക്കപ്പെടാനും ആ സാഹചര്യത്തിൽ ഞങ്ങളെ ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്വം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിൽ കടന്നു വന്നതിന് ശേഷം ഒത്തിരി ദൈവിക വിടുതൽ ഞാനിങ്ങനെ ഓർത്തു. എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഒരുമിച്ച് വന്ന് ആരാധിക്കാൻ ഒരു സാഹചര്യം ദൈവം ഒരുക്കണമേ എന്ന്. തിമോത്തിക്കായാലും ഇവിടെ വന്നു പറഞ്ഞ ഒരു ജോലി കിട്ടി കപ്തേരിയയിലാണ്. അവിടെ അറിയാമല്ലോ 13 മണിക്കൂർ ജോലി. ഇവിടെ പ്രാർത്ഥനയ്ക്കൊന്നും വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പടിപടിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ സഭയും ദൈവദാസനും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ ഒരു ജോലി ചേഞ്ച് വന്നിട്ടുണ്ട്. അത് പിന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ വരാൻ തക്ക വിധത്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ വരും. വിസ അടിച്ചതിന് ശേഷം പിന്നെ മൂത്ത മോളും അവിടെ ജോലി ചെയ്യുന്നു കസീസിൽ. പിന്നെ ഷീബ ഇപ്പം നാട്ടിലായിരിക്കുന്നു. സഭയുടെ പ്രാർത്ഥനയും ഇവിടുത്തെ ആത്മാർത്ഥമായ സഹകരണവും സ്നേഹവും സഭയിൽ നമ്മളൊരു സഭയിൽ പോകുമ്പോൾ പാട്ടും പ്രാർത്ഥനയും മാത്രമല്ല, അത് ആവശ്യമാണ്, ദൈവത്തോട് അതാണ്. പക്ഷേ അവിടെ നിന്നുള്ള എല്ലാവരുമായിട്ടുള്ള ആ സഹകരണവും സ്നേഹവും, അതും സ്നേഹം സമം ദൈവം എങ്കിൽ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാവും. അത് സഭയിൽ അത് നമുക്ക് ഈ സഭയിൽ നിന്നും ദൈവദാസനൊക്കെ എപ്പോഴും വിവരങ്ങൾ വിളിച്ച് തിരക്കുകയും, കാര്യം ഇവിടെ വിവരങ്ങളെല്ലാം പറയാം. പ്രിയ അച്ചായനും എല്ലാ സഹോദരങ്ങളും എല്ലാം നമ്മളെ വേണ്ട വിധത്തിലെല്ലാം സഹായിച്ച് ഹെൽപ്പ് ചെയ്ത് ഇത്രയും സഹകരണം ഈ സഭയുടെ നമ്മുടെ പാസ്റ്ററായിരിക്കുന്ന സഞ്ജു പാസ്റ്ററിൻ്റെ മറ്റേ പേര് എബ്രാ കുര്യാക്കോസ് പാസ്റ്റർ നമ്മളെ ആ സമയത്ത് തക്കതായ സമയത്ത് വേണ്ട രീതിയിലൊരു സഹായങ്ങളൊക്കെ ചെയ്തു. തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എല്ലാം അങ്ങനെ സംഭവിച്ചത്. ഇത് സംഭവിക്കുമ്പോൾ നമ്മളവർക്ക് ഇതിന് പകരമായിട്ട് നമ്മൾ അങ്ങോട്ട് ഈ സഹായങ്ങൾ വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഒന്നെങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട് മാനസാന്തരം ഇല്ലാഞ്ഞിട്ടല്ല, കുടുംബമായിട്ട് ഒന്നുകൂടെ ദൈവസേനയിൽ അടുക്കാനും കൂടാണ്. ഒരു ദൈവീയ പ്രവൃത്തി നമ്മളിലൂടെ ദൈവം വെളിപ്പെടുത്തണം. ആ ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
അതുകൊണ്ട് നമുക്ക് ആ രോഗം വന്നത് ഒരു അനർത്ഥമല്ല, ഒരു മരണത്തിന് കാരണമായ രോഗം കടന്നു വന്നുവെങ്കിലും ദൈവത്തിന് അതിൽ വിടുവിക്കാൻ കഴിയുമെന്നുള്ള വ്യക്തമായ തെളിവ് പ്രിയപ്പെട്ട ശരീരത്തിൽ അത് ദൈവം വെളിപ്പെടുത്തിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ 40 സങ്കീർത്തനം പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ താഴെ പറയുന്നുണ്ട്, അവൻ എന്നെ ഒരു പാറമേ നിർത്തി. ആ ഒരു പാറ ഏതാണ്? ഒരു പാറ ക്രിസ്തു എന്ന പാറയാണ്. അവൻ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. അവൻ നമുക്ക് പുതിയൊരു പാട്ട് തന്നു. ഈ ഒരു പാറയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിപ്പാനും കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാനും ദേശത്ത് ദൈവനാമം വെളിപ്പെടുത്തുവാനും ദൈവനാമത്തെ മഹത്വത്തെ ഉയർത്തി കാണിക്കുവാനും തക്കവണ്ണം നമ്മളെ ഓരോരുത്തരായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ സഭയിൽ ആത്മാക്കൾ കടന്നു വരട്ടെ, അനേക കുടുംബങ്ങൾ കടന്നു വരട്ടെ, ദൈവിക പ്രവൃത്തി ഇവിടെ തന്നെ വെളിപ്പെടട്ടെ. ഞാൻ അതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ആരും അത് വിശ്വസിക്കത്തില്ല. കാരണം ഞാൻ അനുഭവിച്ച വേദനയും ദുഃഖവും പ്രയാസവും, കാരണം അതിലും വലിയ വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഈ രോഗം എനിക്കൊരു വലുതായിട്ട് കൂട്ടിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എനിക്കത് മറുപടി തരും. ഓപ്പറേഷൻ ചെയ്യാതെ ദൈവം എന്നെ വിടുവിക്കാൻ എനിക്ക് ശക്തമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ശരീരത്തെ പഠിക്കുകയാണെങ്കിൽ തല തുറന്നുള്ള ഓപ്പറേഷനും മനുഷ്യൻ്റെ നടുവിനുള്ള ഓപ്പറേഷനും, ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല, മറ്റവയങ്ങൾക്ക്. മനുഷ്യൻ്റെ നടുവിനും തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലയ്ക്കൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾ ഒന്നേ മന്ദബുദ്ധിയായി മാറും, അല്ലെങ്കിൽ നടുവിന് ഓപ്പറേഷൻ ചെയ്യുന്ന ആൾ അല്ലെ തളർന്നു കിടക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ച് സഭയുടെ ശ്രദ്ധേയമായ പ്രാർത്ഥന സൗഖ്യമാക്കിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അത് രോഗവും അങ്ങനെ തന്നെയാണ്. ശത്രുക്കൾ തന്നെയല്ല, നമ്മുടെ ശരീരത്തില് യേശുവിന്റെ രക്തവും അവന്റെ അപ്പവും മാംസവും കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന്മേൽ ഒരു കണക്ഷൻ ഉണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ ഇത് ഒന്ന് ജ്വലിക്കും. നമ്മുടെ നാഡീഞരമ്പുകളിലൂടെ പാസ് ചെയ്യുന്ന രക്തം, യേശുവിന്റെ രക്തം കൂടെ അതിൽ കലർന്നു കഴിയുമ്പോൾ അതിനാൽ ജ്വലിച്ചിരിക്കുന്ന രോഗങ്ങള്, രോഗബന്ധനങ്ങള്, എല്ലാ പ്രതികൂല ശക്തികളെയും നമുക്കെതിരെ നിൽക്കുന്ന അതെ അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുവാൻ തീയിൽ ചുള്ളി കത്തുന്ന പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്ന പോലെയും മലകൾ തിരുമുമ്പിൽ ഉരുവി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളിൽ നീ പ്രവർത്തിച്ചപ്പോൾ നീ വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തല്ലോ. അത് യെശയ്യാവ് 64. ഹല്ലേലൂയ. നമുക്കെതിരെ നിൽക്കുന്ന മലകളെ ഉരുക്കിക്കളഞ്ഞ ദൈവത്തിന് നന്ദി. നന്ദി കർത്താവേ. അത് നമുക്കെതിരെയുള്ള ഹല്ലേലൂയ അതെ മാറാത്ത മലകളെ തകർക്കുന്ന, നമുക്കെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങളെ, പ്രശ്നങ്ങളെ നീക്കി കളയാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ഇത്രയും ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലയും സകല ചരാചരത്തിനെയും സൃഷ്ടിച്ച ദൈവം അവൻ ആകാശം ചായ്ച്ചിറങ്ങുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ആകാശം കീറി ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പിൽ അടിയനെ തന്നെ സമർപ്പിക്കുന്നു, കുടുംബമായി സമർപ്പിക്കുന്നു. ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കൂടെ ആത്മാർത്ഥത കാണിച്ച ഈ സഭയോടും സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും അവരുടെ കുടുംബത്തിനും പ്രത്യേകം നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഈ പ്രാർത്ഥന മുഖാന്തരമാണ് ഷീബ എന്ന് ജീവിച്ചിരിക്കുന്നത്. ഞാനന്ന് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് തകർന്നു പോയി. ഞാൻ ഇവരോടെല്ലാം സഹോദരങ്ങളോടെല്ലാം അത് പ്രാർത്ഥിച്ചാൽ നമ്മളൊരു വില, ഒരു വ്യക്തിക്ക് പോലും നമ്മൾ വില കൊടുക്കാതിരിക്കരുത്. അത് ഞാൻ എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചിലരെന്നെ വഴക്ക് പറഞ്ഞു, പിന്നെ ഭർത്താവിനേക്കാൾ ദൈവത്തെക്കാൾ കൂടുതൽ ഭാര്യയെ സ്നേഹിക്കരുത്. ഞാൻ പ്രാർത്ഥന വിഷയം ഓരോ വ്യക്തിയോട് പറഞ്ഞപ്പോഴാ ദൈവത്തെക്കാൾ കൂടുതൽ ഭാര്യയെ സ്നേഹിക്കരുതെന്ന്. അപ്പോൾ പിന്നെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുവിൻ, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഈ വചനം പിന്നെ അവിടെ കൊണ്ടുവെക്കും നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്നേഹത്തിൻ്റെ മുന്നിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ. കാരണം നമ്മളിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുന്നത്. അപ്പോൾ അതിനിപ്പുറമായിട്ട് നഷ്ടപ്പെടാതെ വേണ്ട നമ്മൾ വേദനിച്ച് ദൈവത്തോട് കരയുകയാണെങ്കിൽ അത് നഷ്ടപ്പെടാതെ ദൈവം നമ്മുടെ കൈകളിൽ എന്നും തരും. ഇല്ല, നീ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് കരഞ്ഞു വിളിച്ചില്ല എന്നിട്ട് ഒരു കാര്യമില്ല. ഇനി ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ആണേലും പ്രിയപ്പെട്ടവരുടെ ആണേലും മക്കളുടെ ആണേലും ആരുടെ ആണേലും ദൈവം വെച്ചിരിക്കുന്ന സമയത്ത് ദൈവം നീക്കട്ടെ. ദൈവികമല്ലാത്ത ഒരു സമയം അതിനകത്ത് ഉപകരിക്കപ്പെടരുതേ, നമ്മുടെ ജീവൻ നഷ്ടപ്പെടരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ സഭയെ നമ്മളെ ഉയർത്തും ഞാൻ വിശ്വസിക്കുന്നു. ഈ സഭയിൽ വലിയൊരു ആത്മാക്കളുടെ ഒരു വലിയൊരു വിടുതൽ അല്ലെ കടന്നുവരെ ഉണ്ടാകും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇച്ചിരി സമയം കൂടിപ്പോയി, ഇത് ക്ഷമിക്കണം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം ചെയ്യ ഹൃദയംഗമായി കുമ്പിടമാവൻ മുൻപിലാദരവാ. ഹല്ലേലൂയാ പാടമോ ദാമോടെ അവനല്ലോ നമ്മുടെ
രക്ഷയൻ പാറ. എത്ര പേർ ചേർന്ന് പറയും ആമേൻ? ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ഒത്തിരി കാരണങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അബോധ്യമുള്ളവർ ചേർന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ ഒറ്റ വാക്കി പറഞ്ഞു ആമേൻ, എൻ്റെ തലയിൽ നിന്ന് ഹല്ലേലൂയ ഒഴുകി വരുന്നൊരു ഫ്ലൂയിഡ്. ആമേൻ. അതിൻ്റെ ചിത്രങ്ങൾ ദൈവത്തിൻ്റെ കൈവശമുണ്ട്. നിങ്ങളൊന്നത് കാണണം. ഒരു പ്രാവശ്യമേ ഞാൻ കണ്ടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം കാണുവാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ ശരീരത്തിൽ എന്തോ സംഭവിച്ചു. നമുക്കൊരിക്കലും അത് കണ്ടു നിൽക്കുവാനോ അത് മനസ്സിലാക്കുവാനോ പറ്റാത്ത വിധത്തിലുള്ള, അല്ലെങ്കിൽ സ്തോത്രം നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അനുഭവമാണ് ആ പ്രിയ മകൻ്റെ ജീവിതത്തിലുള്ളത്. ഹല്ലേലൂയ. എങ്കിലും ഒന്ന് ഞാൻ പറയാം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആ ബോധ്യമുള്ളവർ ചേർന്ന് പറഞ്ഞ് 2025 എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അവൻ 24 അവൻ കൂടുകളെ കൂടെ ഇളക്കുന്നത് പോലെയുള്ള അനുഭവ തലങ്ങളൊക്കെ ജീവിതത്തിൽ വന്നെങ്കിലും ഹല്ലേലൂയ ആമേ സ്തോത്രം, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ആമേ സ്തോത്രം കൂടിളക്കി പറക്കുവാൻ ശീലിപ്പിക്കുന്നത് പോലെ അവൻ നമ്മെ ശീലിപ്പിച്ച ദൈവിക അനുഭവങ്ങളെ ഓർത്തൊന്ന് രാത്രി ചേർന്ന് കരങ്ങളിൽ തട്ടി ചേർന്ന് പാടി ആത്മാവിൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാമേ. ഹല്ലേലൂയ. ഓ റബശേതരിയാ റമാലേ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ചേർന്ന പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഒരിക്കൽ കൂടെ പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളകിലും
അവനീയാകുലത്തിൽ glory, അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതമോ, ഹല്ലേലൂയ, അവലംബവും കോട്ടയും. അവനീയാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്ക് യേശുവേ, അവൻ കുറവിനില്ലതാ. അനുദിനം നിഴൽ വീശാമേ, മറവിൽ പറ്റിച്ചുഴഞ്ഞാമേ. തുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാ. അനുദിനം നിഴലിടുമേ, തഴവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ, ആപത്തു നാടുകളിൽ, ആഗതനായി ഏതമയാനവരകൾ ചുറ്റിച്ചിടുവാൻ. ആകുലവേളകളിൽ, ആപത്തു നാടുകളിൽ, ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ, ആപത്തു നാടുകളിൽ, ആഗതനാമരികിലാകവേ തിടുവാൻ. തുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാ. അനുദിനം നിഴലാമേനമേനമേ, മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാ. അനുദിനം മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാ. അനുദിനം വസിച്ചിടും ഞാൻ. പരമശുദ്ധിയോടെ കമശുദ്ധിരിക്കുന്നതിന് Glory, hallelujah, hallelujah. നന്ദി യേശുവേ, hallelujah. നന്ദി കർത്താവേ, സ്തോത്രം, hallelujah, hallelujah. എത്ര പേർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യും? എൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒത്തിരി ജീവിത പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉയർന്നു പൊങ്ങിയപ്പോൾ എന്നെ നടത്തിയൊരു കർത്താവുണ്ട്. ബോധ്യമുള്ളവർ അല്പ നിമിഷങ്ങൾ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് എല്ലാ തുരങ്ങളും ചലിപ്പിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നന്ദിയാർന്ന ഹൃദയത്തോടെ യേശു കർത്താവിനെ സ്തോത്രം ചെയ്തെന്ന് പറഞ്ഞ കർത്താവേ, എന്നെ നടത്തിയത് എൻ്റെ ദൈവത്തിൻ്റെ കരമാണ്, എന്നെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ഭുജമാണ്. ഹല്ലേലൂയ. തുണയായി എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി അല്പ നിമിഷങ്ങൾ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദിയാർന്ന ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശു കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. 2025 നമ്മൾ ആരും വന്നു ചേർന്നതല്ല, അവൻ നമ്മെ കൊണ്ടുവന്നതാണ്. അബോധ്യമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. എന്നെ നടത്തിയ കർത്താവ്, എൻ്റെ പാദങ്ങൾ കുഴഞ്ഞപ്പോൾ ഹല്ലേലൂയ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വന്നപ്പോൾ മുന്നോട്ട് നീങ്ങുവാൻ ഒരിഞ്ചു പോലും മുന്നോട്ട് നീങ്ങുവാൻ എൻ്റെ മുൻപിൽ ഹല്ലേലൂയ തടസ്സങ്ങൾ മാത്രം ഉയർന്നു വന്ന് എന്നെ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ എൻ്റെ തലയ്ക്കുമീതെ പ്രവാഹങ്ങളെ പോലെ ഉയർന്നപ്പോൾ എന്നെ നടത്തിയൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ബോധ്യമുള്ളവർ അല്പനിമിഷങ്ങൾ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും
ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. എന്ന സന്ധ്യയിൽ ഹല്ലേലൂയ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയെന്ന് പറഞ്ഞ് എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ എൻ്റെ കർത്താവിൻ്റെ സങ്കേതമാണ്. എൻ്റെ കഷ്ടങ്ങളിൽ അവൻ എനിക്ക് നൽ തുണയാണ്. അവനൊരിക്കലും എന്നെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. യേശുപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞൊരു വർഷക്കാലം എന്നെയും നിങ്ങളെയും ശ്രേഷ്ഠമാർന്ന നിലയിൽ നടത്തിയ, ആമേൻ, സ്തോത്രം, ശ്രേഷ്ഠമാർന്ന നിലയിൽ മാനിച്ച സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യും. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ആ കരങ്ങൾ, വിശുദ്ധ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദിയാർന്ന ഹൃദയത്തോടെ കർത്താവിനെ മകത്വപ്പെടുത്തി സ്നേഹത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് പറഞ്ഞു. അനവസ്ത്രാദിനൻ മകളെ എണ്ണമില്ലാതെന്മേൽ ചോരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെ സ്നേഹത്തോടെ നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തൻ്റെ പുത്രനെ രക്ഷിച്ചു നീ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ. നിന്മഹാ കൃപയ്ക്കായി നന്ദിയോടെ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിന്മഹാ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഇന്ന് രാത്രി സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ആഴ്ചയിൽ കർത്താവ് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി നന്ദിയാർന്ന ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Look at your neighbor and say, God's presence is here. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. Praise the Lord. ആമേൻ. നമ്മുടെ നടുവിലുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണുവാനും പരിചയപ്പെടുവാനൊക്കെ ഉള്ള സമയം കൂടിയായത്. Praise the Lord. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ട ആരും ഒന്നുപോലും കുറഞ്ഞു പോകാതെ ഇന്ന് രാത്രി ദൈവം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ കർത്താവിന് ഒത്തിരി സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ 2025 കർത്താവ് നമുക്ക് വിശ്വസ്തനാണ്. 24 കർത്താവ് നമ്മെ നടത്തി, 25 ദൈവം നമ്മെ നടത്തും. ഉറപ്പുള്ളവരാമയം പറയണം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ സഹോദരങ്ങൾ ആമേൻ ബ്രദർ സാം ജേക്കബ് കുടുംബമായി നമ്മുടെ നടുവിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവിൻ്റെ രാത്രി ദൈവം അവരെ നമ്മുടെ നടുവിലേക്ക് കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. മനുഷ്യരാൽ ആമേൻ ആനയിക്കപ്പെട്ട് ആമേൻ നിർബന്ധിക്കപ്പെട്ട് ആരും വരുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള സകല ആളുകളെയും ദൈവം കൊണ്ടുവന്നിട്ടുള്ളതാണ്.
So whenever God brings someone here, I believe there is a purpose. സ്തോത്രം. ആരെങ്കിലും നീ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ആമേൻ. കർത്താവിൻ്റെ ദാസന് നല്ലതുപോലെ മനസ്സിലാകുന്നതുകൊണ്ടാണ് അദ്ദേഹം വളരെ ശക്തമായി അവൻ തലകുലുക്കി അത് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ഈ ദേശത്തേക്ക് വന്നു. ഇനിയും ദൈവപ്രവൃത്തികളുണ്ട് ഈ ദേശത്ത്. ഒരു ആമേൻ പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി ചിലതൊക്കെ കർത്താവ് അങ്ങ് സ്റ്റാമ്പ് ചെയ്യുക. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ആമേൻ. വത്സല്യ ഭവനത്തിനായ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ. ഓൺ ബിഹാഫ് ഓഫ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ദുബായ്, വി വെൽക്കം യു. നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. വരും ദിനങ്ങളിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, ആമേൻ, തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഈ പട്ടണത്തിൽ ആ കുടുംബത്തെ ആമേൻ കർത്താവ് നമുക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും മനസ്സിലാക്കിയതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മുടെ ബഹുമാന്യ ദൈവദാസൻ ആമേൻ പാസ്റ്റർ അബ്രഹാം കുര്യാക്കോസ് അവറുകൾ അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ആമേൻ സ്തോത്രം സംഭാഷണവും കോൺവെർസേഷനും പ്രൈസലോ പ്രാർത്ഥനയുമാണ് ആ കുടുംബത്തെ ഇവിടത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇവിടെ വന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം കൊണ്ടാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും ആമേൻ ദൈവം നിർവഹിക്കും. നമ്മുടെ ദൈവം വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്കുകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുന്ന ഒരു നിമിഷം ആമേൻ. ഒരു നിമിഷം പ്രിയ സഹോദരങ്ങൾ കർത്താവിന് എഴുന്നേറ്റ് നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവസഭയായി പ്രാർത്ഥിക്കും. ഇന്നെന്തു രാത്രി പരിശുദ്ധാത്മ അവരെ നിയോഗം നൽകുന്നു. എല്ലാ കണ്ണുകളും അടച്ച വിശുദ്ധ കരങ്ങൾ അവർക്ക് നേരെ ഉയർത്തി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് 2024 അവരുടെ ജീവിതത്തിൽ കർത്താവ് ശ്രേഷ്ഠകരമായി നടത്തിയെങ്കിൽ മുന്നിലുള്ള വെല്ലുവിളികൾ ആമേൻ സ്തോത്രം അതിൻ്റെ നടുവിലും പാതകളെ സുഗമമാക്കുന്ന പ്രത്യാശയിലും പ്രാർത്ഥനാ ജീവിതത്തിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവ അഭിഷേകത്തോടെ നടത്തുവാനായി ആ കുടുംബത്തെ, ദാനം കൊടുത്ത കുഞ്ഞിനെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്തെന്ന് പ്രാർത്ഥിച്ച് ഇവർ നിമിത്തം ചില കുടുംബങ്ങൾ കൂടെ വിടുതൽ പ്രാപിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ആമേൻ ചൊല്ലു ബ്രദർ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ അഭിഷേകത്തോടെ നടത്തുവാനായി ആ കുടുംബത്തെ, ദാനം കൊടുത്ത കുഞ്ഞിനെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ചില നിമിഷങ്ങൾ സ്തോത്രം ചേർന്ന് പ്രാർത്ഥിച്ച് ഇവർ നിമിത്തം ചില കുടുംബങ്ങൾ കൂടെ വിടുതൽ പ്രാപിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ആമേൻ ചൊല്ലു ബ്രദർ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ദയവായി ശാന്തമായിരിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസൻ ജെലു ബ്രദർ നാട്ടിലേക്ക് കടന്നു പോകുകയാണ്. ആമേൻ. ഇവിടേക്ക് വന്നു. ഒരല്പമായിട്ടുള്ള ഒരു ഹ്രസ്വകാല സന്ദർശനത്തിനായി താൻ വന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ തൻ്റെ മകനെ ദൈവം ഈ ദേശത്തെ കൊണ്ടുവന്നു. താൻ ഇവിടെ വെറുതെ വരികയല്ലായിരുന്നു.
താനിവിടെ വന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമാണ് പുറകിലിരിക്കുന്ന നമ്മുടെ ജെയ്സൺ ബ്രദർ. അദ്ദേഹം വന്നു, ഒരാളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചിട്ടാണ് താൻ മടങ്ങിപ്പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയും? ആമേൻ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള അനേക ആളുകളെ വിടുവിച്ചെടുക്കുവാൻ കർത്താവിൻ്റെ ദാസൻ്റെ മേൽ അഭിഷേകമുണ്ട്. അവൻ വളരെ വേഗത്തിൽ മടങ്ങി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യാത്രയുടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ എബിൻ ജെയിംസിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയ മകനെ ഓർത്ത് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ സഭയുടെ ആമേൻ അതിൻ്റെ ബാല്യ സമയത്ത്, ഈ ഒരു സഭയായി ആരംഭിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്ന് ആമേൻ തോളോട് തോൾ ചേർന്ന് നിന്ന് ആമേൻ സ്തോത്രം ഈ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒത്തിരി ബുദ്ധിമുട്ടിയ കുഞ്ഞുങ്ങളാണവർ. അവരാണ് ഇതിനു വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും സ്പീക്കറൊക്കെ തൂക്കി ചുമന്ന് കഷ്ടപ്പെട്ട് രാത്രിയിൽ എന്നോടൊപ്പം 10 മണിക്കും 11 മണിക്കും 12 മണിക്കും ഒക്കെ പോയി പ്രൈസ് ദി ലോർഡ് ആമേൻ തണുത്ത ആഹാരം പോലും വലിച്ച് കഴിച്ച് ആമേൻ സംതൃപ്തിയോടെ ഉണ്ടുറങ്ങി ആരോടും ഒരു കംപ്ലൈൻറ്റ് പറയാതെ കർത്താവിന് വേണ്ടി നിലകൊണ്ട സഹോദരങ്ങളാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. തനിക്ക് ദൈവം ആമേൻ ഒരു കഴിഞ്ഞ ദിവസത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സഹോദരിയെ കൂട്ടിച്ചേർത്തു. തൻ്റെ വിവാഹം ദൈവം നടത്തി. ആമേൻ. അതുകൊണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല. തനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നു. വീണ്ടും ഒരു നല്ല ജോലി കർത്താവ് നൽകി. അതുമാത്രമല്ല, അതവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ലോട്ടറിയൊക്കെ അടിക്കുന്ന പോലെ അപ്പോൾ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും കർത്താവ് കൊടുത്തു. നിങ്ങൾക്ക് സന്തോഷമെല്ലാം തോന്നുന്നു. എൻ്റെ ദൈവം കണ്ണുനീരൊപ്പുന്ന ദൈവം. അത് കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ബോധ്യ ഉറപ്പുമാണ് എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിർത്തിയിരിക്കുന്നത്. ആമേൻ. പ്രിയ പൈതലിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ആമേൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ദുബായിലേക്കാണ് മൂവ് ചെയ്ത് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ആമേൻ സ്തോത്രം, ദൈവം എന്നെ ഇങ്ങോട്ട് അയക്കുന്നത് ദുബായ് ചർച്ചിന് വേണ്ടിയാണ്. ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പ്രൈസ് ദി ലോർഡ്. അവനോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഇനി വരും ദിവസം എൻ്റെ അളിയൻ ഇങ്ങോട്ട് വരും, അളിയനെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ സ്തോത്രം. അപ്പോൾ ഈ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഈ പട്ടണത്തിൽ കർത്താവിൻ്റെ മകനെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ആ കുടുംബത്തെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, ഒരു ദിവസം ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്തു, അവസാന നിമിഷമാണ് പെട്ടെന്ന് ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാത്മനിയോഗമുണ്ടായി. ആമേൻ സ്തോത്രം. നമുക്കറിയാം ഈ ദേശത്ത് നമ്മൾ വന്നത് ആമേൻ സ്തോത്രം ആത്മീയ ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട്. ആമേൻ. നമ്മൾ ആത്മീയമായി വളരണം. അപ്പോൾ തന്നെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുടെ മേലും ദൈവിക പ്രവൃത്തി വേണം. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സാലറിക്ക് വേണ്ടി വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ എന്തിനാ വെറുതെ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് വേണം. നല്ല വീട് വേണോ? വേണം. നല്ല കാറ് വേണോ? ഇതൊന്നും ഇതൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ കിട്ടണം. അതൊരാവശ്യമാണ്. എന്നാൽ ഇതല്ല നമ്മുടെ പ്രൈമറി ആവശ്യം. നമ്മുടെ പ്രൈമറി ആവശ്യം ആത്മീയമായി വളരുക എന്നുള്ളത് തന്നെയാണ്. പ്രാർത്ഥനയിൽ വളരണം, വിശ്വാസത്തിൽ വളരണം, ആരാധനയിൽ വളരണം. ആമേൻ. ദൈവമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വളരെ ആമേൻ നന്മയുണ്ടാകണം. എങ്കിൽ തന്നെ അപ്പോൾ തന്നെ ആമേൻ സ്തോത്രം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിയോഗം തോന്നി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നു ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ വൻ പ്രവർത്തികൾ നടന്നെന്ന. ഞാൻ പറഞ്ഞ നമ്മൾ ക്രെഡിറ്റിന് വേണ്ടി പറയുകയല്ല. എൻ്റെ മകൻ ആമേൻ സ്തോത്രം. ഈ ദിവസങ്ങളിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പൈതലാണ് ഇവിടെ നിൽക്കുന്നുള്ളവർക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഞാൻ മറന്നുപോയ പല ദൈവപ്രവൃത്തികളും അവൻ അക്കമിട്ട് പറഞ്ഞെന്നെ ഓർമ്മിപ്പിക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാര്യം ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ദൈവപ്രവൃത്തി അവൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് റെക്കോർഡ് ചെയ്താൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ കർത്താവിനെ വിട്ട് മാറത്തില്ല. അവൻ പുറമേ ഇവിടെ ഒന്ന് കീബോർഡ് വായിച്ചതുകൊണ്ടോ പാട്ട് പാടിയതുകൊണ്ടോ കൂടെ നിന്നുകൊണ്ടോ ഒന്നും കാര്യമില്ല. കാര്യം അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ആലേഖനം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ജീവിത വഴിത്താരി, പ്രത്യേകിച്ച് ഈ പട്ടണത്തിലൊക്കെ തെറ്റിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ തലമുറ ദൈവത്തിനു വേണ്ടി നിൽക്കണം. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അവൻ പൈതൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കണ്ണുനീരൊപ്പുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ചേർന്ന് പറഞ്ഞാട്ടെ. ചിലർക്കൊക്കെ ഇന്ന് രാത്രി സമയത്തെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ നടുവിൽ ഇറങ്ങിയ ഒരു ദൈവമുണ്ട്. അങ്ങനെയുള്ളവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് നന്ദിയോടെ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ചൊരു വചനം നിങ്ങളുമായിട്ട് വളരെ വേഗത്തിൽ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ, സ്തോത്രം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഈ പുതിയ വർഷത്തിൽ, ആമേൻ, ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൻ്റെ ഉള്ളിൽ പ്രകാശനം നൽകിയൊരു വാക്യമാണ്. ആമേൻ, ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത വാക്യം വായിക്കാം. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. എന്നോട് ചേർത്തൊന്ന് പറയാൻ പറ്റുമോ? ആമേൻ. ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞേ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ, ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നവർ സ്തോത്രം പറയണം. അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി അയക്കുവാൻ ആഗ്രഹിക്കുന്ന രാത്രി ദൈവത്തോട് പറഞ്ഞ കർത്താവേ, ഏത് ആത്മാവിനാലാണോ ഈ വചനം ആമേൻ എഴുതപ്പെട്ടത്, അതേ ആത്മാവിനാൽ ഇന്ന് രാത്രി ആ വചനത്തിൻ്റെ ആഴങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു വരണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ പ്രാർത്ഥിക്കുമെന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ആളിൻ്റെ വലിപ്പമോ ഇവിടെ നിൽക്കുന്ന ആളിൻ്റെ ശ്രേഷ്ഠതയല്ല, തൻ്റെ ജനത്തോട് മനസ്സലിയുന്നൊരു കർത്താവുണ്ട്. ഞാൻ പ്രസംഗിച്ചാലും കർത്താവിൻ്റെ ദാസൻ പ്രിൻസ് പ്രസംഗിച്ചാലും ആമേൻ, സ്തോത്രം, ഒരുപക്ഷെ ജുലുബ്രദർ പ്രസംഗിച്ചാലും ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല. ഹല്ലേലൂയ. ആര് സംസാരിച്ചാലും ദൈവത്തിൻ്റെ വചനമാണ്. രാത്രി ശബ്ദമുയർത്തി ചേർന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം ഇന്ന് രാത്രി, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, സ്തോത്രം, നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ, സ്തോത്രം, ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. ഇംഗ്ലീഷിൽ അതിൻ്റെ ആമേൻ ആ വാക്യം ഇങ്ങനെയാണ്: ദർ ഈസ് എ ഡ്യൂ ഡേറ്റ്. ആമേൻ പറയുന്നവർ ആമേൻ പറഞ്ഞ്. ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു 2025 ഒരു വർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളാണല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൽ ചേർന്ന് ദൈവം നൽകിയ ആ വലിയ പ്രത്യാശയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വർഷമാണ് 2025. ശബ്ദമുയർത്തി പറഞ്ഞാണ്ട് 2025 എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഡ്യൂ ഡേറ്റുകൾ, ഹല്ലേലൂയ, അവൻ അപ്പോയിന്റ് അവൻ ചെയ്തിരിക്കുന്ന, അവൻ നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുന്ന വർഷമാണ് 2025. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയോടെ, ഒരു സന്തോഷത്തോടെ, ഒരു ആവേശത്തോടെ, ഒരാവലോടെ ഇന്ന് രാത്രിയിൽ നിരാശപ്പെട്ടിട്ടല്ല നമ്മൾ കർത്താവിനെ സ്തോത്രം ചെയ്യേണ്ടത്. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ പറയാം, കർത്താവേ, എനിക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതിന് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഫോൺ ബില്ല് അടയ്ക്കുന്നതിന് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ലോൺ അടയ്ക്കുന്നതിന് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വിസയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്ങിന് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാത്തിനും ഈ ലോകത്തിൽ ഒരു നിശ്ചിത സമയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, എൻ്റെ നിങ്ങളുടെ വിടുതലിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടൊരു സമയമുണ്ട്. നിശ്ചയിക്കപ്പെട്ടൊരു സമയമുണ്ട്. ഇന്ന് രാത്രി ചേർന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിശ്ചയിക്കപ്പെട്ട ദമൻ, ഹല്ലേലൂയ, സമയത്തെ നോക്കി ആമേൻ അത് സംഭവിക്കാത്തത് കൊണ്ട് നിരാശപ്പെട്ടിട്ട്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, പാട്ടുപാടുവാൻ കഴിയാതെ, സ്തോത്രം പറയുവാൻ കഴിയാതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ കഴിയാതെ നിശ്ചലരായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുകയാണ്, ദൈവം പ്രവർത്തിക്കുന്നത് നിന്റെ സമയത്തല്ല, ദൈവം പ്രവർത്തിക്കുന്നത് എൻ്റെ സമയത്തല്ല, ദൈവം പ്രവർത്തിക്കുന്നത് വ്യക്തികളുടെ ചിന്തയുടെ മേലല്ല, ദൈവം പ്രവർത്തിക്കുന്നത് അവൻ്റെ പരമാധികാരത്തിൽ, അവൻ നിശ്ചയിച്ച സമയത്ത്, സ്വർഗം നിശ്ചയിച്ച സമയത്ത്, ഹല്ലേലൂയ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ബോധ്യമുള്ളവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ചേർന്ന് പറഞ്ഞാമേ. ആമേൻ, 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 ആമേൻ. വായ്കൾ തുറന്ന്, ധരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി നിരാശപ്പെട്ടിരിക്കാനല്ല. Yes, there is a due date. Hallelujah. എൻ്റെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന, എൻ്റെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന, ഹല്ലേലൂയ, ആമേൻ, സന്തോഷത്തോടെ ചേർന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, ആമേൻ, ദൈവത്തിന് നമ്മളങ്ങ് അപ്പോയിൻമെന്റ് കൊടുക്കുക.
ആമേൻ. കർത്താവെ, ഞാൻ 21 ദിവസം ഉപവസിക്കാൻ പോകുക. ആമേൻ, സ്തോത്രം. 22ാമത്തെ ദിവസത്തിൽ ഐ നീഡ് യുവർ ആൻസർ. Praise the Lord. കർത്താവെ, ഞാൻ 7 days ഫാസ്റ്റ് ചെയ്യാൻ പോവുക. 8th day or 7th day last moment I need your answer. Hallelujah. Hello. ദൈവത്തോട് കമാൻഡ് ചെയ്യുവാൻ, ദൈവത്തോട് ചോദ്യം ചോദിക്കുവാൻ, ദൈവത്തോട് കാര്യങ്ങൾ പറയുവാൻ. ഹല്ലേലൂയ. ദൈവത്തോട് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അധികാരത്തോടെ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദിക്കുന്ന നിലവാരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ. ആമേൻ. വെറും കൃമികളും പൊടികളുമായ നമ്മൾ ആരാണ്? Who we are. നമ്മുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വലിയ ആളുകളാണ്. Praise the Lord. രാത്രി ഒരു കാര്യം ഞാൻ പറയട്ടെ. ആമേൻ. നമ്മുടെ വലിപ്പം കൊണ്ടല്ല നമ്മളിവിടെ നിൽക്കുന്നത്. എത്ര വലിപ്പമുള്ള ശരീരത്തിലാണെങ്കിലും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം, ആമേൻ, പ്രായത്തിൻ്റെ ഒരു പ്രയാണത്തിൽ അല്പമായിട്ടുള്ള ശാരീരിക ക്ലേശങ്ങളുള്ളവരെല്ലാവരും. സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. കൊളസ്ട്രോളും പ്രഷറും ഷുഗറും അല്ല, ഇത് പിന്നെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഈ കാര്യത്തിൽ മാത്രം ഒരു കുറവ് എന്ത് ചെയ്തിട്ടില്ല, വരുത്തിയില്ല. കഴിഞ്ഞ ദിവസം ഒരു ആമേൻ സ്തോത്രം, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നൊരു സഹോദരിയെ പരിചയപ്പെട്ടപ്പോൾ, പാസ്റ്റർ മകളാണ് ആമേൻ സ്തോത്രം. പുള്ളിക്കാരത്തിൻ്റെ ഷുഗർ വളരെ ഹൈ ആണ്. ഞാൻ ഞെട്ടിപ്പോയി. സ്തോത്രം. കൊച്ചു പൈതലാണ്. ഹല്ലേലൂയ. ആമേൻ. ശാരീരികമായിട്ടുള്ള ഒത്തിരി ക്ഷീണങ്ങളും ക്ഷതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാലും ഹല്ലേലൂയ, ദൈവം നമ്മെ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം പറയാൻ പറ്റുമോ? ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏകദേശം 181 പേരാണ് ആമേൻ സ്തോത്രം മലേഷ്യയിൽ നിന്ന് ഹല്ലേലൂയ സന്തോഷത്തോടെ, എനിക്ക് തോന്നുന്നു ആമേൻ, അവിടുത്തെ ആ ഒരു വിനോദമോ ബിസിനസ്സോ ഒക്കെ കഴിഞ്ഞിട്ട് ആമേൻ സ്തോത്രം ഫ്ലൈറ്റിൽ കയറി ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. വരവിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. 3-4 കാരണങ്ങളാണ് പറയുന്നത്. എന്ത് കാരണമാണെന്നറിയത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് 2 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഈ ഭൂമുഖത്ത് നിന്ന് ആമേൻ സ്തോത്രം ഒരു തണുത്ത ആമേൻ പ്രഭാതത്തിൽ ഈ ഭൂമുഖത്തുനിന്ന് 2024 അവസാന ഞായറാഴ്ചയിൽ ഹല്ലേലൂയ ഈ ഭൂമുഖത്ത് തുറച്ച് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഒരു കാരണം പറഞ്ഞത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഏതോ ഒരു പക്ഷി വന്നിടിച്ചെന്ന. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ പക്ഷിയും മനുഷ്യൻ്റെ പക്ഷിയും തമ്മിൽ കൂട്ടിയിടിച്ചപ്പം മനുഷ്യൻ്റെ പക്ഷി ഇച്ചിരിയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് മുഴുവനും ആമേൻ സ്തോത്രം രക്തവും മാംസവുമാ. മനുഷ്യൻ്റെ പക്ഷി എന്ന് പറയുന്നത് മൊത്തം മെറ്റലാ. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ പക്ഷി ആമേൻ ദൈവത്തിന്റെ പക്ഷി ഇടിച്ചപ്പം കുഞ്ഞു പക്ഷിയുടെ മുൻപാകെ വിമാനം തകർന്നു പോയി. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? എന്ന രാത്രി ചേർന്ന് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്താൻ പറ്റുമോ? ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവം സൃഷ്ടിച്ചത് എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ? മനുഷ്യൻ എത്ര വലിപ്പത്തിൽ പെരുപ്പത്തിൽ കാര്യങ്ങളെ ഉയർത്തി കാട്ടിയാലും അവൻ്റെ സകല പരിശ്രമങ്ങളും ആമേൻ ഹല്ലേലൂയ അത് ദൈവം അവൻ അതിന് നൽകുന്നില്ലെങ്കിൽ അത് വെറും ചാരമാണെന്ന് ഇന്ന് രാത്രി അറിഞ്ഞ് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ബഹിരാകാശത്തേക്ക് പോയ ഒരു സഹോദരിയുണ്ട്. ആമേൻ സ്തോത്രം. അവൻ ചൗള എന്നറിയപ്പെടുന്ന എത്ര ശ്രേഷ്ഠമായിട്ട് പോയ നമ്മളൊക്കെ അവൻ നാസ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ ശാസ്ത്രം വളർന്നു എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം കൊള്ളുമ്പോൾ അങ്ങോട്ട് സുഗമമായിട്ട് പോയി. പക്ഷേ ചെറിയ ഒരു മിസ്റ്റേക്ക് തിരിച്ചിറങ്ങുമ്പോൾ സംഭവിച്ചത് ഒരുപിടി ചാരമായിട്ട് മാറിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സയൻസ് കണ്ട് അഹങ്കരിക്കരുത്, വിദ്യാഭ്യാസം കൊണ്ട് അഹങ്കരിക്കരുത്. ഇതിനപ്പുറത്തൊക്കെ ഇടപെടുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. പ്രിയ ദേവതാമൻ സ്തോത്രം. ദാസച്ചാനു വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ വിടിവിച്ച് ഇപ്പോഴും നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എൻ്റെ മാതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടപ്പോൾ ഒരു വീട്ടിൽ പോയിരിക്കുകയാണ്. അമ്മൻ ആ വീട്ടിൽ ഒരു ആൻറ്റി ഉണ്ട്, ലീലാമ്മ ആൻറ്റി. ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന കരുതുന്ന ആമേൻ സ്തോത്രം ഒരു മാതാവ്. എൻ്റെ മമ്മി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ ലീലാമ്മയ്ക്ക് ഇപ്പോഴൊന്നും ആമേൻ ആശുപത്രിയിലേക്കൊന്ന് പോകണം, മറ്റൊന്നിനു വേണ്ടിയല്ല. കാലങ്ങൾക്ക് മുമ്പ് ക്യാൻസർ വന്നു. ആമേൻ
അവൻ ജീവിതത്തിൽ പിടിച്ച് കർത്താവ് ക്യാൻസറിനെ സൗഖ്യമാക്കി. എങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഫർദർ ചെക്കപ്പ് ആവശ്യമായതുകൊണ്ട് ഒരു ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുക. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വെറുതെ പറയുകയല്ല. ലീലാമാമയെ വിടുവിച്ചൊരു കർത്താവ് ഇന്ന് രാത്രിയിലും ഇതിന്റെ നടുവിൽ അദൃശ്യനായി ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ ഓർത്ത് നമ്മൾ അഭിമാനം കൊണ്ട് അവൻ നകളിക്കുവാനല്ല. ഇന്ന് രാത്രി ചേർന്ന് പറഞ്ഞ് 2025 എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. അവൻ എന്നെ മെനഞ്ഞതാണ്, അവൻ എൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയതാണ്. എൻ്റെ കരങ്ങൾ എൻ്റെ ദൈവത്തിന്റെ ദാനങ്ങളാണ്. ഇന്ന് രാത്രി അതരങ്ങൾ തുറന്ന് ആത്മാവിൽ ചേർന്ന് യഹോവയ്ക്ക് തക്ക ഒരു മഹത്വം കൊടുത്തേ, അവന്റെ നാമത്തിൽ തക്ക ഒരു പുകഴ്ച കൊടുത്തേ. ഇന്ന് രാത്രി നമ്മുടെ ദൈവം അവൻ അത്ഭുതങ്ങളുടെ ദൈവം. പോരാ, ഇന്ന് രാത്രി രാമേൻ അധരങ്ങൾ തുറന്ന് ആത്മാവിൽ അന്യഭാഷകളിൽ ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തോത്രം ചെയ്ത് സ്തോത്രം ചെയ്ത് സ്തോത്രം ചെയ്ത് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയുടെ ശബ്ദമുയരട്ടെ, ആരാധനയുടെ ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി ചേർന്നാമേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവൻ. Our God is a great God. Hallelujah. നമ്മുടെ ദൈവം വലിയവൻ. ചേർന്നത് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം വലിയവൻ. ബോധ്യമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഈ കാലപ്പഴക്കത്തിൽ, ആത്മീയതയിലുള്ള കാലപ്പഴക്കത്തിൽ നമ്മൾ പഴഞ്ചനാകുമ്പോൾ ഹല്ലേലൂയ, ഒരു പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള പേടിയും ബോധവും വിശ്വാസവും അവൻ സ്തോത്രം അതൊക്കെ കുറഞ്ഞു പോയിട്ട് പലപ്പോഴും നമ്മൾ ലൗകികരെ പോലെ ചിന്തിക്കുന്ന അവൻ സ്തോത്രം ചിന്തകളും അവൻ ചിന്താ രീതികളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അവൻ തമ്പുരാനെ ആഴത്തിലറിയുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവൻ ചേർന്നെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം വലിയവൻ. ഞാൻ പറഞ്ഞു വന്നത് എല്ലാറ്റിനും ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ഹല്ലേലൂയ. സകലത്തിനും ഒരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. അങ്ങനെയെങ്കിൽ 2025 ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ നാം നമ്മുടെ ജീവിതത്തിൽ കാണും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് ആത്മീയ തലങ്ങൾ, ആമേൻ സ്തോത്രം ഭൗതിക തലങ്ങൾ മാത്രമല്ല, ഞാൻ പറയുന്നത് ആത്മീയ തലങ്ങൾ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എത്ര പേർക്ക് കർത്താവിൽ സന്തോഷമാണ്? കർത്താവ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ നീ ഒന്ന് ചേഞ്ച് ചെയ്യണം. 5 മിനിറ്റ് പ്രാർത്ഥിക്കായിരിക്കും, 2 മിനിറ്റ് കഴിയുമ്പോഴേ ആമേൻ സ്തോത്രം പിന്നെ ക്ഷീണവും ആമേൻ പ്രൈസ് ദി ലോർഡ്. എത്ര പ്രാവശ്യം നമ്മൾ ഓക്സിജൻ എടുക്കുമെന്നുള്ള കാര്യം വാക്കൊട്ട വിട്ട് അങ്ങനല്ലേ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് കാണുമ്പം തന്നെ ഹല്ലേലൂയ. അസം അല്ലാത്ത ഏത് കാര്യത്തിനും സോഷ്യൽ മീഡിയയിൽ മാന്താനാണെങ്കിൽ ഒരു ക്ഷീണവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. മാന്തും തോറും കപ്പ കളിക്കുന്നത് പോലെ ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മളങ്ങ് ആമേൻ സ്തോത്രം അങ്ങ് മാന്തല പ്രാർത്ഥിക്കാതിരിക്കാൻ മാത്രം ഇതൊന്നും നടക്കുന്നില്ല. ഹല്ലേലൂയ. 2025 നമ്മൾ കർത്താവിനെ സന്നിധിപ്രാണ്. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാനൊരു ആവേശം തരണം. ഹല്ലേലൂയ. എത്ര പേർ അങ്ങനെ പറയും? ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉറങ്ങുമല്ല, പ്രാർത്ഥിച്ച് വരുമ്പം അന്യഭാഷ പ്രാർത്ഥിക്കണം. സ്തോത്രം 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 സ്തോത്രം. എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. 2025 നമ്മൾ ഹൃദയംഗമായി പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. കർത്താവെ പ്രാർത്ഥിക്കുവാൻ, ആമേൻ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ. ആമേൻ സ്തോത്രം. കർത്താവെ എന്നെ ബലപ്പെടും. ഞാൻ വെറുതെ പറയുകയല്ല, ഞങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയാം. പ്രാർത്ഥിക്കായിരുന്നു നോക്കിക്കേ, ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കായിരുന്നു നോക്കിക്കേ. സത്യസന്ധമായി എത്ര സമയം കോൺസെൻട്രേഷനായി ആമേൻ ഹല്ലേലൂയ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് വികലമാക്കി ആമേൻ അന്യായ ചിന്തകളിട്ട് കാട് കയറി ദുബായിലാണ് ഇരിക്കുന്നെങ്കിലും നാട്ടിൽ കോഴഞ്ചേരിയിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവിടുന്ന് പത്തനംതിട്ടയിലും അവിടുന്ന് പത്തനംതിട്ട നേരെ പോയി മലബാറില്ല. ഹല്ലേലൂയ. ഇങ്ങനെ കറങ്ങി അവസാനം എന്തോ പ്രാർത്ഥിച്ചെന്ന് പോലും അറിയാതെ എഴുന്നേറ്റ് പോരുന്ന അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. പ്രാർത്ഥിക്കാനിരുന്നാൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ അവസാനിപ്പിക്കണം. എത്ര പേർ പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ സ്ഥലം ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആരാധനയിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നമ്മൾ സ്വിച്ച് ഇട്ടാൽ ഹല്ലേലൂയ ഒരു ഫാൻ കറങ്ങുന്ന പോലെ ആയിരിക്കണം. ഏതെങ്കിലും ഒരു സ്വിച്ച് നിങ്ങളൊരു ഫാൻ മേടിച്ച് ഹല്ലേലൂയ ഫാൻ നിങ്ങൾ ഓൺ ചെയ്തു, ആ സമയത്ത് അത് ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ നിങ്ങൾ പറയാം, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഫോർ ദ ഫാൻ, ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ, സൗണ്ട് ഈസ് വെരി അമേസിങ് എന്നൊക്കെ പറയും. ഇല്ല നിങ്ങൾ പറയും എത്രയും പെട്ടെന്ന് ഇലക്ട്രീഷ്യനെ വിളിച്ചോണ്ട് എന്ത് ചെയ്യും? ആ ഫാൻ നിങ്ങൾ എന്ത് ചെയ്യും? ആമേ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ പലരും ഹല്ലേലൂയ ദൈവസന്നിധി വന്ന് കണക്ട് ആയാലും പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ ആമേൻ ഹല്ലേലൂയ. അങ്ങനെയല്ല, ദൈവാത്മാവുമായി കണക്ട് ആകുമ്പോൾ ആരാധന ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കണം. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും. ദാവീദിൻ്റെ ജീവിതത്തിനും വലിയ മിടുക്കനായത് കൊണ്ടൊന്നുമല്ല, ആമേൻ, പെട്ടകം കണ്ടാൽ അവൻ ദൈവത്തെ ആരാധിക്കും.
When there is a presence, hallelujah, അവൻ നൃത്തത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യും. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ ഇരുന്ന് ഹല്ലേലൂയ അവസ്ഥയൊക്കെ മാറിയിട്ട് 2025 ഞാൻ സന്തോഷത്തോടെ ആത്മാവിൽ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേർ പ്രാർത്ഥിക്കും? ആമേൻ. ഹല്ലേലൂയ. അതുപോലെ 2025 എടുക്കേണ്ട തീരുമാനം. ആമേൻ. പ്രിയ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിലവർ തന്നെ പുകഴ്ത്തി പറയുകയല്ല. ആമേൻ. പ്രിയ മകൻ ആമേൻ ജെയ്സനെ ഈ ചർച്ചിലേക്ക് കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസനാണ്. ചെറിയ കാര്യമൊന്നുമല്ല. താൻ ചെയ്താനൊരു ആളെ ഈ സഭയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെ ആമേൻ നമുക്കൊക്കെ ഒരു ഡ്യൂട്ടിയുണ്ട്. ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിലരോട് സുവിശേഷം പറയും. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ കുറിച്ച് പറയും. ചിലരെ ഞാൻ നിമിത്തം എന്ത് ചെയ്യും? സ്നാനപ്പെടുത്തും. ഞാൻ നിമിത്തം ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആ തീരുമാനം എത്ര പേർക്കുണ്ട്? കർത്താവെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ എന്നെ ഒന്ന് പരിശീലിപ്പിക്കണമേ എന്ന് എത്ര പേർ പറയും? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിമിത്തം ചിലരൊക്കെ അവൻ അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ റെഫർ ചെയ്തിട്ട് ആമേൻ സ്തോത്രം കർത്താവിൻ്റെ വേലയിൽ അവർ വർദ്ധിച്ചു വന്നതുകൊണ്ട് ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാനിടയായി. ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ വേണം പുറത്തു പോകാൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി തിരക്കുണ്ട്, സമയമില്ല. എങ്കിലും അപ്പാ ഞാൻ എല്ലാ ആഴ്ചയിലും മിനിമം ആമേൻ ഒരാഴ്ചയിൽ ഒരാളോടെങ്കിലും സുവിശേഷം പറയും. ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നേ. ഒരാമയം പറയാൻ പറ്റുമോ? എത്ര പേർ തീരുമാനിക്കുന്നുണ്ട്? ഞാൻ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കും, രാജ്യത്തിനു വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ഓടാനല്ല, നമ്മുടെ കാര്യം മാത്രം ചെയ്യുവാനല്ല, കർത്താവിൻ്റെ വേല നമ്മൾ ചെയ്യണം. ആമേൻ പറഞ്ഞ് അബോധ്യമുള്ളവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം അവർ പ്രാർത്ഥിക്കുക മാത്രമായിരുന്നില്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവരാജ്യത്തിനു വേണ്ടി അവർ നെറ്റിയും ചുമലും കൊടുത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ രാജ്യത്ത് വന്ന് അനുഗ്രഹിക്കപ്പെടുവാനിടയായത്. സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ചേർന്ന് പറയട്ടെ. ആമേൻ. there is a due date. കഴിഞ്ഞ ദിവസവും ആമേൻ സ്തോത്രം അണ്ടർ ദി മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ സമയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ 2 വാക്കുകളുണ്ട്. അവിടെ കൂടിയിരുന്നവർക്ക് ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ മറന്നില്ലെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വാക്ക് ഏതാണ്? ക്രോണോസ്. രണ്ടാമത്തെ വാക്ക് കെയ്റോസ്. ഹല്ലേലൂയ. ഒന്ന് ക്രോണോസ്, എൻ്റെ നിങ്ങളുടെ സമയം. ഇവിടെ വൈകിട്ട് ആമേൻ 7:30 മീറ്റിംഗ് നടക്കും എന്നുള്ളത് എൻ്റെ നിങ്ങളുടെ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നാളെ ആമേൻ ഞാൻ 8:30 ഹല്ലേലൂയ ബാങ്കിൽ പോയി എൻ്റെ ഡിപ്പോസിറ്റൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കും എന്ന് പറയുന്നതും അതും എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയമാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന കെയ്റോസ്, ദൈവത്തിൻ്റെ സമയമുണ്ട്. എത്ര പേർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് ശബ്ദം ഉയർത്തി പറഞ്ഞ് ദൈവത്തിൻ്റെ സമയം, എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സമയം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സമയത്ത് കർത്താവ് ചിലത് ചെയ്യുവാൻ പോകുകയാണ്. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. പലരെയും മുഖത്ത് നോക്കിയാൽ പേഴ്സണലി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പലരും നിരാശയിലാണ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും 2025 പ്രാരംഭ നിമിഷങ്ങളിൽ സ്തോത്രം ആരാധന അങ്ങോട്ട് ശക്തമാകുന്നില്ല, സ്തോത്രം അങ്ങോട്ട് ബലപ്പെടുന്നില്ല. കാര്യം ഹല്ലേലൂയ 25-24 ലാസ്റ്റിൽ ഒത്തിരി പ്രതീക്ഷിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും നടന്നിട്ടില്ല. കാര്യം നടക്കാത്ത കാര്യം അത് നമ്മുടെ സമയമാണ്, ദൈവത്തിൻ്റെ സമയമായിട്ടില്ല. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. എൻ്റെ സമയത്തല്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോസ്തലനായ ആമേൻ പത്രോസും യോഹന്നാൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്. സ്വർഗത്തിലെ ദൈവം തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഭൂമിയിലുള്ള ആമേൻ സ്തോത്രം സകലത്തെയും ആമേൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് അധികാരത്തോടെ പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഹല്ലേലൂയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരണം. ഈ നിയോഗം ആമേൻ സ്തോത്രം ദൈവം അധികാരത്തോടെ അവരെ ഭരമേൽപ്പിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി ആമേൻ സ്തോത്രം 3-ാം അധ്യായത്തിൽ അവൻ നാം വായിക്കുന്ന സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ അവൻ ദൈവം ഒരു മനുഷ്യനെ ദൈവം വിടുവിച്ചെടുത്തു. സ്തോത്രം പറയാൻ പറ്റുമോ? അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവൻ ദിനം പ്രതി അവിടെ ഇരുന്നെന്നാ, അല്ലേ? എല്ലാ ദിവസവും
അവൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ആമേൻ സ്തോത്രം കർത്താവിൻ്റെ ദാസന്മാർ അവിടെ പോവുകയും ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ദിവസവും പത്രോസും യോഹന്നാനും അവിടെ പോകും. എല്ലാ ദിവസവും അവിടെ ഇരിക്കും. ഹല്ലേലൂയ. ഇതിങ്ങനെ തുടർന്ന് പോകുന്നു. എന്നാൽ ഒരു ദിവസം അന്നാണ് അവന് തോന്നിയത് ഈ കർത്താവിൻ്റെ ദാസന്മാരോട് എന്തെങ്കിലും ചോദിക്കണമെന്ന്. ഹല്ലേലൂയ. അവൻ ശബ്ദമുയർത്തി. അവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ പ്രതീക്ഷയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ആമേൻ പറയും? ആമേൻ. ഈ മീറ്റിങ്ങിന് വന്നപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടാണോ വന്നത്? ആമേൻ. ഈ മീറ്റിങ്ങിനല്ല, ഏത് മീറ്റിങ്ങിന് പോയാലും നിങ്ങൾ പ്രതീക്ഷയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യു നീഡ് ടു എക്സ്പെക്ട് സംതിങ്. ഇന്ന് രാത്രി എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന്? ആ ബോധ്യമുള്ളവർ സന്തോഷത്തോടെ പറഞ്ഞ്, ഞാൻ പ്രതീക്ഷയോടാണ് ദൈവം ഭാഗയായിരിക്കുന്നത്, ഞാൻ പ്രതീക്ഷയോടാണ് ദൈവം ഭാഗയായിരിക്കുന്നത്. എപ്പോഴും ദൈവം പ്രവർത്തിക്കുന്ന പ്രതീക്ഷകളുടെ മുൻപിലാണ്. ഹല്ലേലൂയ. പ്രത്യാശയുടെ മുൻപിലാണ്. ആമേൻ. പ്രതീക്ഷയില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മേലും ദൈവം പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. ഈ വാസ് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ വാസ് എക്സ്പെക്ടിങ് സംതിങ്. ആമേൻ. അങ്ങനെ ആ വാക്ക്. ഹല്ലേലൂയ. അവരെ കണ്ടപ്പോൾ ആമേൻ, when he saw they are walking and coming, hallelujah, he expected something. ആമേൻ സ്തോത്രം. അവരെ നോക്കിയിട്ട് അവൻ പ്രതീക്ഷിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവൻ ചോദിച്ചു. പ്രതീക്ഷയുള്ളവനെ ചോദിക്കത്തുള്ളൂ, പ്രതീക്ഷയുള്ളവനെ പാട്ടുപാടത്തുള്ളു, പ്രതീക്ഷയുള്ളവനെ സ്തോത്രം ചെയ്യത്തുള്ളു, പ്രതീക്ഷയുള്ളവനെ ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തത്തുള്ളു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, ഒരു പക്ഷേ അവിടെ വേറെയും ഭിക്ഷക്കാരൊക്കെ ഇരുന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്കാർക്കുമില്ലാത്ത ഒരു പ്രതീക്ഷ, അവർക്കാർക്കുമില്ലാത്തൊരു സ്വഭാവം ഇവനുണ്ട്. ഹല്ലേലൂയ. അവൻ പ്രതീക്ഷയുള്ളവനായിരുന്നു. ഇന്ന് രാത്രി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഞാനിങ്ങനെ മനസ്സിലാക്കിയാണ്, 2025 ദൈവം അവൻ്റെ അപ്പോയിന്റഡ് ചെയ്യപ്പെട്ട സമയത്ത് നമ്മുടെ പ്രതീക്ഷകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമയക്കും. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് പറഞ്ഞേ ആമേൻ. എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തികൾ കർത്താവ് അയക്കും. ആമേൻ. 2025 നാം സന്തോഷത്തോടെ പറയട്ടെ, നീണ്ട 15 വർഷങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് മറുപടി ഉണ്ടായത് ആമേൻ സ്തോത്രം 2025 ആമേൻ ആരംഭത്തിലും 24 അവസാനത്തിലുമാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം അത് ചെയ്തു. ആമേൻ. ആ ബോധ്യമുള്ളവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഇന്ന് രാത്രി ഹല്ലേലൂയ. മുന്നമേ ചിലത് ജീവിതത്തിൽ കിട്ടാത്തത് കൊണ്ട് നിരാശപ്പെടരുത്. ഇന്ന് രാത്രി ദൈവം റൈറ്റ് ടൈമിൽ റൈറ്റായിട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്ത് പറഞ്ഞ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, വല്ലതും കിട്ടും. ഹല്ലേലൂയ. He was expecting something. Amen. ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു? ഹല്ലേലൂയ. വാഗ്ദത്തം തൻ്റെ ദാസന്മാരുടെ മേലുണ്ട്. ഇതിനു മുമ്പ് അവർ എക്സസൈസ് ചെയ്തിട്ടില്ല, ദൈവ പ്രവൃത്തി ഒന്നും അവർ അയച്ചിട്ട്, പക്ഷേ ആ നിമിഷത്തിൽ ഹല്ലേലൂയ, ആ നിമിഷത്തിന്റെ പ്രത്യേകത, that was the moment, hallelujah, created by God. Hallelujah. That was the moment appointed by God. Hallelujah. അത് ദൈവത്താൽ നിയമിക്കപ്പെട്ട സമയമായതുകൊണ്ട്, ദൈവത്തിന്റെ സമയമായതുകൊണ്ട് അവൻ ചോദിക്കുവാനും തൻ്റെ ദാസന്മാർ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്: വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ നാമത്തിലും മേലായ നാമമായ യേശുവിന്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ അവന്റെ ബലഹീനമായ നരിയാണികൾ ഉറച്ച് അവൻ ബലത്തോടെ എഴുന്നേറ്റു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എല്ലാ നാമത്തിലും മേലായ ഒരു നാമം അതെന്റെ യേശുവിന്റെ നാമമാണ്. എൻ്റെ കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത ഇന്ന് രാത്രി, എൻ്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവം, എൻ്റെ ദൈവം അതിശയത്തിന്റെ ദൈവം, എൻ്റെ ദൈവം ആമേൻ വീര്യ പ്രവൃത്തിയുടെ ദൈവം. I am expecting something. ഞാൻ ചിലത് പ്രതീക്ഷിക്കുന്നു. Hallelujah. Amen. Hallelujah. I am expecting something. ഇന്ന് രാത്രി ദിവസങ്ങളിൽ ആമേൻ 2025 hallelujah, I am expecting something. ഞാൻ ഈ സാക്ഷ്യത്തിന് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ ഞാൻ ഹല്ലേലൂയ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പ് സ്തോത്രം ഹല്ലേലൂയ സാക്ഷ്യമെന്ന് പറയട്ടെ. ആമേൻ. മറ്റുള്ളവരുടെ ജീവിതത്തിലെ വലിയ വിടുതലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ സ്തോത്രം. വൻ പ്രവർത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നടത്തുന്ന അത്ഭുത വഴികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പൈതൽ ദേശത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് മുമ്പ്,
എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ സന്തോഷത്തോടെ അവനെ ആശ്ലേഷിച്ച് അപ്പനും മകനും തമ്മിൽ കാണുക, കണ്ണീര് വരും. സ്തോത്രം പറയാൻ പറ്റുമോ? ആമേൻ, ഹല്ലേലൂയ. നീണ്ട വർഷങ്ങൾ കാണാതെ, ഇടയ്ക്കേറെ കാണുമെങ്കിലും ഇതിപ്പം ആമേൻ സ്തോത്രം ഓവർ ദ ഫോണോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവധിക്ക് പോകുമ്പം കാണുന്നൊരു കാഴ്ചയല്ല. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഇനി എന്നോട് കൂടെ ഈ ദേശത്ത് എന്ന് പറഞ്ഞ് വരികയാ. അപ്പനടുക്കിലേക്ക് വരുമ്പം നിർബന്ധം പിടിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എപ്പോഴാ ടിക്കറ്റ് അയക്കുന്നത്, എപ്പോഴാ വിസ അയക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്നെ നിർബന്ധിച്ച് ഞാനും പെട്ട്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അവൻ്റെ മമ്മി എന്നോടൊരു ചോദ്യവും ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നോട് ചോദിച്ച എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചത്, നിങ്ങൾ ഇത്രയും കാലം ആ ദേശത്ത് നിന്നിട്ട് സ്വന്തം കുഞ്ഞിന് ഒരു വഴി ഒരുക്കി കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്? നിങ്ങളുടെ ഭാര്യമാരൊക്കെ നിങ്ങളോട് അങ്ങനെ ചോദിക്കുമോ? ചോദിച്ചിട്ടുള്ളവർ ആരും കാണാതെ ഒരു കരമൊന്ന് ഉയർത്തിയേ. എബിനെ ചോദിക്കും, എൻ്റെ പൊന്നുമോനെ ഈ 6 മാസമേ ഉള്ളൂ ഈ സന്തോഷമൊക്കെ. പിന്നെ ജീവിതത്തിൻ്റെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പച്ചയായ ചോദ്യങ്ങൾ ചോദിക്കും. സ്തോത്രം പറയാൻ പറ്റും. ഹല്ലേലൂയ. എന്താ സിസ്റ്റർ കുളിച്ചിരിക്കുന്ന? ഹല്ലേലൂയ ചോദിച്ചു പോകും. ശരിയല്ലയോ? എനിക്കൊരു അങ്കിളുണ്ടായിരുന്നു. പുള്ളി എല്ലാ ദിവസവും രാവിലെ കുളിച്ചൊരുങ്ങും, പുതിയ മുണ്ടും പുതിയ ഷർട്ട് വിടും. അപ്പോൾ ആൻറ്റി വിചാരിക്കുന്ന പുള്ളി ജോലിക്ക് പോകാൻ പോവല്ല, കടയിലോട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് അതുപോലെ തിരിച്ചു വന്ന് വീട്ടിലിരിക്കും. പിറ്റേ ദിവസവും പുള്ളി മുണ്ടെടുത്തെടുക്കും, ഇതുപോലെ ഒരുങ്ങും. പുള്ളി ജീവിതകാലത്ത് ജോലിക്ക് പോയിട്ടില്ല. സൗകര്യമാർ പെട്ടുപോകത്തില്ലേ? ചോദിക്കത്തില്ലയോ? സ്വതന്ത്രം പറഞ്ഞേ. അതുകൊണ്ട് അങ്ങനെ സഹോദരിമാർ നമ്മളോട് ചോദിക്കാനുള്ള അവസരവും നമ്മൾ കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കുള്ള ഈ ഭാഗം സംസാരിക്കാൻ വന്നതല്ലേ, എന്തുകൊണ്ടോ ദൈവം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. എൻ്റെ ഭാര്യ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുകയൊന്നും വേണ്ട. അവർ നമ്മുടെ സപ്പോർട്ടിങ് സ്റ്റാഫല്ല, സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് തക്ക തുണയായിട്ട് വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം കാര്യം ചെയ്യണം. ഹലോ, നിങ്ങളാരും മിണ്ടുന്നില്ല. എന്നോട് പണങ്ങൊന്നും ചെയ്യല്ലേ. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നീ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ തന്നെ ഹൃദയത്തൊരു കീറലും വന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ചെയ്യാനെ ചോദ്യത്തിനൊക്കെ മറുപടി അങ്ങ് പറഞ്ഞോടെ എനിക്ക് മറുപടിയൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ ചോദ്യത്തിനും നമ്മൾ മറുപടി പറയേണ്ട, നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നമ്മൾ മറുപടി പറയേണ്ട. ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി സ്വർഗം പറയും. ബോധ്യമുള്ള കർത്താവിന് സ്തോത്രം ചെയ്തേ. എല്ലാ ചോദ്യങ്ങൾക്ക് ഇന്ന് തന്നെ ഞാൻ അവന് മറുപടി കൊടുക്കും. അവനോട് 2 പറഞ്ഞിട്ടില്ല. ഇതൊന്നും വേണ്ട. ഹല്ലേലൂയ. വിളിക്കുന്നവർ, ന്യായം പറയുന്നവർ അങ്ങനെ ചെയ്യട്ടെ. നമ്മൾ ദൈവമക്കളാ, നമുക്കെല്ലാത്തിനും മറുപടി പറയാനുള്ള വ്യവസ്ഥയില്ല. രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. സന്തോഷത്തോടെ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. എല്ലാത്തിനും മറുപടി പറയാനുള്ള വ്യവസ്ഥയൊന്നുമില്ല. ആമേൻ. ഞാൻ പറയട്ടെ, പ്രിയമുള്ളവർ, എയർപോർട്ടിൽ വന്നിറങ്ങി അവൻ സന്തോഷത്തോടെ ആശ്ലേഷിച്ചു. കൂടെ അവൻ എബിനും ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഒരുമിച്ചാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് വില്ലി ചുമയ്ക്കുന്ന എൻ്റെ മകനെയാണ്. ഒരു ചുമ വന്നാൽ ഇപ്പോഴും ചെറിയൊരിതുണ്ട്, പക്ഷെ ഭയങ്കര ശക്തമായിട്ട് ചുമയ്ക്കുന്ന ഒരു പൈതലിനെ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിസ്സാരമല്ല, വലിയ പ്രശ്നമാണ്. കാര്യം 2 കാര്യങ്ങൾ. ഒന്ന്, ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോയാൽ അവിടെ ഇരുന്ന് ചുമച്ച ആ ഇൻ്റർവ്യൂ എടുക്കുന്നവർ പറയും, ഇവൻ ഈ കാര്യത്തിൽ ഒട്ടും ഇൻട്രസ്റ്റ് അല്ല, ഇൻ്റർവ്യൂ പാസ്സാകത്തില്ല. 2, മെഡിക്കലിന് പോയാൽ സ്തോത്രം എന്തെങ്കിലും ഈ ചുമയുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹല്ലേലൂയ മെഡിക്കൽ അൺഫിറ്റാവും. പിന്നെ ദേശത്ത് കയറാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാവും. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഞാൻ എൻ്റെ ഭാര്യ ചോദിച്ച ചോദ്യത്തിന് മറുപടി എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയ ഒരു വഴിയിലൂടെ ഇങ്ങോട്ട് കയറി വന്നു. എനിക്ക് സങ്കടമായി, ഒത്തിരി പ്രശ്നമായി. അപ്പോൾ എന്നോട് പറഞ്ഞ്, എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു, പപ്പ ഞാൻ നാട്ടിൽ നിന്ന് 3 കുപ്പി കഷായം കൊണ്ടാണ് വന്നിട്ടേക്കുന്നത്. എത്ര അവിടെ ചേർന്നെന്ന് പറഞ്ഞ് 3 കുപ്പി കഷായം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോനെ നീ എക്സ്റേക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെ അവൻ നെഞ്ചൊക്കെ ഒന്ന് വിരിച്ച് ഇങ്ങനെ എന്നിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. ഏത് ഡോക്ടറാണെന്നോ? അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇതിൻ്റെ എല്ലാം വില്ലൻ എന്ന് പറയുന്നത് കൊറോണയാണ്, ആഫ്റ്റർ കോവിഡ് എഫക്റ്റ്. അവനെ കോവിഡിന് ശേഷമാണ് ഇങ്ങനെ ഒരു അസ്വസ്ഥത ലങ്സിനകത്ത് ചെറിയൊരു ഇറിറ്റേഷൻ പോലെ. അപ്പോൾ ഇങ്ങനെ ചുമയ്ക്കും, അത് വലിയ ഇങ്ങനെ അത് ആവർത്തിക്കും. സ്തോത്രം.
എനിക്ക് വലിയ സങ്കടമായി. കർത്താവെ, ഒരു പ്രതീക്ഷയോടെ ആകെപ്പാടൊരു പുത്രനും പിന്നെ ഒരു പുത്രിയേ ഉള്ളൂ, ആകെ 2 മക്കളേ ഉള്ളൂ. അവൻ മൂന്നാമതൊന്നില്ല, നാലാമതൊന്നില്ല. പ്രൈസലോട് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ, ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവെ, ഞാൻ എന്നാ ചെയ്യുക? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഒരാഴ്ച ഞാൻ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയില്ല. ഒറ്റയാഴ്ച വീട്ടിൻ്റെ അടുത്ത് കൂടെ നിർത്തി. അവൻ കണ്ണു നിറയെ കണ്ട് ആഹാരം മേടിച്ചു കൊടുക്കും, കണ്ണു നിറയെ കാണും, പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആ ദിവസങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ തമ്പുരാനെ, നീ അനേകരുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ആമേൻ, എൻ്റെ പൈതലിന് വേണ്ടി എൻ്റെ സ്വർഗ്ഗം ഇറങ്ങണം. ഹല്ലേലൂയ. ആമേൻ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് വലിയ ശക്തമായി. അവൻ ഇങ്ങനെ ചുമയുന്നില്ല, ആ ചുമച്ച നിർത്താൻ പറ്റത്തില്ല. അതുപോലെ ചുമയ്ക്കുന്ന എൻ്റെ പൈതൻ്റെ ചുമ എൻ്റെ കർത്താവ് സൗഖ്യമാക്കി. കഷായമൊന്നും കുടിക്കേണ്ടി വന്നില്ല. ഇതിനകത്ത് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഞാൻ തമ്പുരാൻ അവൻ കഠിനമായ ചുമയെ എടുത്തു മാറ്റി. എന്ന് മാത്രമല്ല, ഒരു പ്രശ്നം പോലുമില്ലാതെ ദൈവം അവൻ്റെ മെഡിക്കൽ ഫിറ്റാക്കി കൊടുത്തു. ഹല്ലേലൂയ. അതും അവിടെ കൊണ്ട് തീർന്നില്ല. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. നിങ്ങൾ ഇത്രയും കാലം അവിടെ ആയിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മോൻ സാക്ഷിയാണ്. ഹല്ലേലൂയ. ഈ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മില്ലിനിയർ. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക്, സാറേ, ഞാൻ അങ്ങോട്ട് വരികയാണ് ആമേൻ എന്ന് പറഞ്ഞപ്പം, ഓക്കെ, ഞാൻ ഇന്ന് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവൻ്റെ മോൻ സാക്ഷിയായിരുന്നു. നേരെ ചെന്ന് കൈ കൊടുത്തു, എന്നെ എവിടെ ഇരുത്തി പാസ്റ്റർ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി. നോ പ്രോബ്ലം. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ നിന്നോട്ട്. സാധാരണ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എനിക്കറിയാം. അവൻ സ്തോത്രം താഴെ നിന്ന് അവൻ മേളിലേക്കാണെങ്കിൽ ഹല്ലേലൂയ മുകളിൽ നിന്ന് താഴോട്ട് സകല ഓർഡറുകളും വന്നു. ഒറ്റ ഇൻ്റർവ്യൂ, ഒറ്റ മീറ്റിംഗ്, അതും ആ സ്ഥാപനത്തിൻ്റെ ഓണർ. അപ്പം തന്നെ അപ്പോയിൻമെൻറ്റ്. വേറെ എങ്ങും പോകേണ്ടി വന്നില്ല. അതിലും ഏറ്റവും മനോഹരമായി നടന്നത്, അതും ഉമ്മൽ കോയിനിൽ. അരമണിക്കൂർ എനിക്ക് പോയാൽ എൻ്റെ മകനെ എനിക്ക് കാണാം. അതുകൊണ്ട് സംഭവിച്ചത്, ഉമ്മൽ കോയിൻ ചർച്ചിലും ഇവിടെയും കടന്നു വന്ന് കർത്താവിന് വേണ്ടി കൂടെ നിൽക്കുവാൻ ദൈവം കരുതി. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി ചേർന്ന് ശബ്ദമുയർത്തി പറഞ്ഞ്, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ചിലത് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിനൊരു സമയമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ആരോടൊരു ദൂത് ഞാൻ വിളിച്ചു പറയുക. നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ നിൽക്കണ്ട. ആമേൻ. ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു പോകും, പക്ഷേ ഇന്ന് രാത്രി മറുപടി പറയുന്നത് സ്വർഗമാണ്. ആമേൻ. സന്തോഷത്തോടെ ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഇന്ന് രാത്രി ചേർന്ന് പറഞ്ഞ, കർത്താവ് എനിക്ക് വേണ്ടി മറുപടി നൽകും. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ. വെറുതെ പ്രസംഗിക്കുകയല്ല. ഇന്ന് രാത്രി there is a due date. കർത്താവിൻ്റെ ദാസനായ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സ്വപ്നം കണ്ട ജോസഫിനെ എടുത്ത് പൊട്ടം കെട്ടിയിട്ടു. സൂക്ഷിച്ചോണം. സ്വപ്നം എല്ലാവരോടും എന്ത് ചെയ്യരുത്, പറയരുത്. എനിക്ക് നേരത്തെ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് നടന്ന ഒരാളാണ്. ഒരു പ്രശ്നമില്ലായിരുന്നു. ഉമ്മൽ കോയിലിൽ നല്ലൊരു സഭയുണ്ട്. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് നിന്ന് പാട്ടുമൊക്കെ പാടി സന്തോഷത്തോടെ പോയാൽ മതി. ഒരു കുഴപ്പമില്ല. വല്ലപ്പോഴും ഒരു സ്വോത്രാഴ്ച എനിക്ക് അവർ തരുമൊക്കെ ചെയ്യുമായിരുന്നു. അവൻ സ്വോത്രം ഇല്ലെന്ന് നമ്മൾ കളത്രമൊന്നും പറയാൻ പാടില്ല. ദൈവം നൽകിയ എല്ലാ നന്മയ്ക്ക് എന്ത് ചെയ്യണം? സ്വോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ഒരു കുഴപ്പമില്ല. അങ്ങ് ഇരിക്കുമ്പോഴാണ് ഈ ദേശത്തെക്കുറിച്ചുള്ള ആത്മാവ്. കാര്യം ഓൺലൈനിൽ നേരെ വന്നപ്പോൾ മുതൽ അവൻ ഈ ദേശത്തെക്കുറിച്ച് ഭാരം. ആമൻ സ്തോത്രം. ഓൺലൈൻ മീറ്റിംഗ്, ചെറിയ സഭ. അവൻ കോവിഡ് വന്നപ്പോൾ അത് നിന്നു. അവൻ ഓൺലൈനിൽ അത് ഇങ്ങനെ പോവുകയാണ്. എങ്കിലും ഭാരം വിടാതെ പ്രൈസ് ദി ലോർഡ് ഈ ദേശത്തൊരു വേല ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു. അവൻ സ്തോത്രം. ഇത് സാധ്യമായി, സഭ സാധ്യമായി. പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലായി, എല്ലാവരുടെ കൂടി എന്നെ പിടിച്ച് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞേ. ചില സമയത്ത് സ്വപ്നവും ദർശനമൊക്കെ കണ്ടാൽ ഹല്ലേലൂയ എല്ലാവരും നമ്മളെ വന്നിട്ട്, ഹലോ, വെൽ ഡൺ, കൺഗ്രാജുലേഷൻ, ഓ വി വെൽക്കം യു, ഹല്ലേലൂയ, വി അപ്രീഷിയേറ്റ് യു, വി വോണ്ട് ടു റെസ്പെക്റ്റ് യു എന്നൊന്നും പറയത്തില്ല. ദേ വിൽ പ്രിപ്പയർ എ വെൽ വിത്തൗട്ട് വാട്ടർ. ഹല്ലേലൂയ. വെള്ളമുള്ള കിണറല്ല, വെള്ളമുള്ള കിണറ്റിൽ വീണ ഗുണമുണ്ട്. വീഴുമ്പം വെള്ളത്തിൽ വീഴുന്നതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല. എന്നോട് ചേർന്ന് പറഞ്ഞേ, അയ്യോ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എങ്ങനെ നീന്തൊക്കെ അറിയാമെങ്കിൽ സ്തോത്രം എങ്ങനെയൊക്കെ വലിഞ്ഞു പിടിച്ച് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഒട്ടക്കിണറ്റി വീണാൽ സ്തോത്രം പറഞ്ഞേ. സഹോദരന്മാർ സ്നേഹിച്ചിട്ടല്ല അങ്ങോട്ട് തള്ളി വിട്ടത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ, ആമേൻ. യോസഫ് സ്വപ്നം കണ്ടു. അവൻ്റെ സഹോദരങ്ങൾ അവനെ വിറ്റു. അവനെ പൊട്ടക്കിണറ്റി ഇട്ടു, കൊല്ലാൻ വേണ്ടി ഇട്ടത്. പക്ഷേ ചത്തില്ല. ആ വീണപ്പം ചിന്തിച്ചാണ്, എൻ്റെ സ്വപ്നമൊക്കെ ഇവിടെ തീർന്ന്. എന്തിയ ദൈവത്തിൻ്റെ ദർശനം?
What is God's vision, God's dreams? എന്നോട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനം എവിടെ? വാക്കെവിടെ? ഞാൻ കിടക്കുന്നത് പൊട്ടക്കിണറ്റിലല്ലേ? ശൂന്യതയല്ലേ? ഞാൻ സ്നേഹിച്ച എൻ്റെ സഹോദരന്മാർ, അവർക്ക് വേണ്ടി വന്ന എന്നെ പിടിച്ചവർ പൊട്ടക്കിണറ്റിൽ, എൻ്റെ സ്വന്തം സഹോദരന്മാർ എനിക്ക് വിരോധമായില്ലേ? ദൈവമേ, എവിടെയാണ് അങ്ങയുടെ ശബ്ദം? 1000 ചോദ്യങ്ങൾ ഹൃദയത്തിലേക്ക് വന്നു. എന്നാ ദൈവത്തിൻ്റെ വചനം പറയും, അപ്പോഴവിടെ മിദ്യാന്യ കച്ചവടക്കാർ വന്നു. ഞാൻ ചോദിക്കട്ടെ, ആ മിദ്യാന്യ കച്ചവടക്കാർ അവിടെ എങ്ങനെ വന്നു? There is a timing. There is a timing. ഇതിനകത്ത് എത്ര പേർ സ്തോത്രം ചെയ്യും? ചില പ്രശ്നങ്ങളുടെ മേൽ ഹാലലിയ പൊട്ടക്കിണറ്റി കിടക്കുമ്പോഴും ദൈവത്തിൻ്റെ ചില ടൈമിംഗ് പരിശുദ്ധാത്മ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം സ്തോത്രം ചെയ്താൽ മതി. ആമേൻ. അല്പനിമിഷങ്ങൾ ആത്മാവിൽ ചോർന്ന് പറഞ്ഞ കർത്താവ് എനിക്ക് വേണ്ടി ആമേൻ ചിലതൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എങ്ങനെ മിഥ്യാനർ വരെ വന്നത് ദൈവത്തിൻ്റെ ദൈവം അന്നേരം ചാടി പുറപ്പെട്ടതല്ല. ഇവരെ പൊട്ടക്കിണറ്റി ഇടുന്നതിന് മുമ്പേ മിഥ്യാനരെ ദൈവം അപ്പോയിൻ്റ് ചെയ്ത് അയച്ചൊരുക്കുക. ആമേൻ. എനിക്കെതിരെ നിങ്ങൾക്കെതിരെ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് തമ്പുരാൻ ചിലതൊക്കെ കരുതിയിട്ടുണ്ടെന്നേ. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞ്, എൻ്റെ നേരെ ഉയർന്നു വരുന്ന പ്രതികൂലത്തിൻ്റെ അലകൾ അത് ഉയർന്നു പൊങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ അപ്പോയിൻമെൻ്റായി, ദൈവത്തിൻ്റെ കെയ്റോസായി ദൈവം നിയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവനെ വിറ്റു. അവൻ ആ ഭാഗമൊക്കെ അറിയാം. ഹല്ലേലൂയ. അവനെ വിറ്റു കളഞ്ഞു. സ്തോത്രം. അവിടെ പ്രശ്നമുണ്ടായി. പൊത്തിഫേറിൻ്റെ അവനെന്ത് പ്രശ്നമുണ്ടായി? കുറച്ച് പ്രമോഷൻ കിട്ടുമ്പോൾ ആര് സന്തോഷിച്ച് അഹങ്കരിക്കുകയൊന്നും ചെയ്യരുത്. അതൊക്കെ താൽക്കാലികമാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. രണ്ട് ദർഹമൊക്കെ കൂടുമ്പോൾ പിന്നെ സഭായോഗം വിട്ടിട്ട് പാസ്റ്ററെ കാണാലും വിളിച്ചാലും ഹല്ലേലൂയ സ്തോത്രം ഫോൺ എടുക്കാതെ സഭായോഗത്തിന് വരുന്നത്. ഐ ആം സോ ബിസി. ഹല്ലേലൂയ. 4 പ്രൊജക്റ്റുണ്ട്, 5 പ്രൊജക്റ്റുണ്ട്, 10 പ്രൊജക്റ്റുണ്ട്. ഞാൻ പ്രൊജക്റ്റ് മാനേജർ എന്നെ എൻ്റെ പുറകെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധന മുടക്കരുത്. പറയണം, ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്തോത്രം. ഫസ്റ്റ് ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി. എത്ര പേരാമയും പറയും ചേർന്ന്? ഹല്ലേലൂയ. കർത്താവിനെ ബഹുമാനിച്ചിട്ട് ബാക്കി കാര്യമുള്ള. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. താൽക്കാലിക ലാഭങ്ങൾ, നന്മകളൊന്നും അത് കണ്ട് സന്തോഷിച്ച് ദൈവത്തെ മറന്നു കളയരുത്. വിചാരിച്ചു വേണം, ഓക്കെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, ഇൻചാർജാണ്, അവിടുന്ന് ആമേൻ സ്തോത്രം പ്രശ്നമുണ്ടായി, വീണ്ടും അതിനേക്കാട്ട് വേഴ്സായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. പക്ഷെ ദൈവകൃപയുള്ളവനൊരു ഗുണമുണ്ടായി. എവിടെയൊക്കെ പോയോ അവിടെ അവൻ ഇൻചാർജായി. ഇന്ന് രാത്രി പ്രിയ കർത്താവിൻ്റെ ദാസനോട്, ബ്രദർ സാമിനോട് പരിശുദ്ധാത്മാ പറയും, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. താങ്കളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവകൃപ ഇന്ന് രാത്രി ആ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങി വരും. ചേർന്നത് പറഞ്ഞ് ഹല്ലേലൂയ. ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ കൈറോസ്, ദൈവത്തിൻ്റെ വലിയൊരു നിയോഗം ഇന്ന് രാത്രി ഹല്ലേലൂയ ഇറങ്ങി വരികയാണ്. ആത്മാവിൽ ചേർന്നെന്ന് പറയാൻ പറ്റും. wherever he went, he became in charge. ഹല്ലേലൂയ. ജയിലിലും അവൻ ഇൻചാർജായി. അവിടെയും അവൻ ദൈവപ്രവൃത്തി നടന്നു. അവൻ വിചാരിച്ചത് ഹല്ലേലൂയ പാനപാത്രകൻ തന്നെ സഹായിക്കാൻ ശ്രദ്ധിച്ചോ, സഹായിക്കാമെന്ന് പറഞ്ഞവർ സഹായിച്ചു എന്ന് വരികയില്ല. പക്ഷേ ദൈവം സഹായിക്കാമെന്ന് പറഞ്ഞാൽ സഹായിക്കും. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ ചേർന്ന്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീർന്നില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. പാനപാത്രവാഹൻ അവനെ മറന്നു. അവൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. ഒറ്റ റെക്കമെൻഡേഷൻ കൊണ്ട് ജിനു ബ്രദറെ രക്ഷപ്പെടത്തില്ല. ദൈവം നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. ഒരാമയം പറയാൻ പറ്റും, സിസ്റ്ററെ ദൈവം റെക്കമെൻഡ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനം തമ്പുരാൻ ഇടപെട്ടൊരു ഒറ്റ രാത്രി കൊണ്ട് സെക്കൻഡ് ഇൻ കമാൻഡായി ദൈവം അവനെ മാനിച്ചു. ഇന്ന് രാത്രി ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അവൻ വിശ്വസിക്കാൻ ഏറ്റെടുക്കാൻ പ്രയാസമോ? ഞാൻ പറയട്ടെ, എല്ലാറ്റിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു നിയോഗം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നന്ദിയാർന്ന ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് പറഞ്ഞ് ഹല്ലേലൂയ. ഒരു വലിയ നിയോഗം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ സ്തോത്രം ചെയ്യും? ജോസഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പ്രതിസന്ധിയിലൊന്നും അവൻ എന്ത് ചെയ്തില്ല, വെറുതെത്തില്ല. എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. when he was in the well, ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. അവൻ ആ പൊട്ടക്കിണറ്റിലായിരുന്നപ്പോഴും വചനം പറയുന്നത് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ കുണ്ടറയിൽ ജയിലിലായിരുന്നപ്പോഴും വചനം പറയുന്നു അവനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. എത്ര ശ്രേഷ്ഠമാണ്! നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
നമ്മുടെ പ്രയാസത്തിലും കഷ്ടതയിലും ദുഃഖത്തിലും നിരവേർപ്പിലും കടഭാരത്തിലും ലോൺ അടയ്ക്കാൻ പോലും കാശില്ലാതെ, സ്തോത്രം, വൈദ്യുതി അടയ്ക്കാൻ കാശില്ലാതെ, ഹല്ലേലൂയ, നമ്മൾ നിരാശപ്പെടുന്ന ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റണം. അതാ ദൈവകൃപ. ഹല്ലേലൂയ. ക്രെഡിറ്റ് കാർഡും ലോണും സാലറിയും കണ്ടിട്ടല്ല ദൈവത്തിൻ്റെ നിയോഗം തിരിച്ചറിയേണ്ടത്. ഇതൊന്നുമല്ല കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നതിൻ്റെ തെളിവ്. വലിയ കാറും വലിയ വീടുമല്ല കർത്താവ് നമ്മോട് കൂടെയാണ് തെളിവ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ തെളിവ് കിട്ടാൻ പോകുന്നത് ഇവിടുത്തെ ഷെയ്ക്കന്മാർക്കാണ്. അവരുടെ നന്മയുടെ ഒരംശം പോലും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. ഇതൊന്നും കണ്ടിട്ട് പറയും ദൈവം എന്നോട് കൂടെയുള്ളത് എൻ്റെ കാറുള്ളതുകൊണ്ട്. നോ, ഹല്ലേലൂയ. ദൈവം നിന്നോട് കൂടെയുള്ളത് നിൻ്റെ കഷ്ടതയുടെ നടുവിലാണ്, നിൻ്റെ സങ്കടത്തിന് നടുവിൽ, നിൻ്റെ പ്രയാസത്തിന് നടുവിൽ. നിന്നെ ആളുകൾ പഴിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, നിൻ്റെ ചാർച്ചക്കാർ, ബന്ധുമിത്രാളും ഒന്ന് ചേർന്ന് നിന്നെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ അവർ പദ്ധതികൾ ഒരുക്കുമ്പോഴും രാത്രി ചേർന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അറിയുന്നു. അങ്ങനെയുള്ളവൻ ജയിലിൽ കിടന്നാലും അവൻ സ്വപ്നം കാണും, അവൻ പ്രാർത്ഥിക്കും, അവൻ ആരാധിക്കും, അവൻ സ്തോത്രം ചെയ്യും. അവന്റെ സ്തോത്രം നിൽക്കത്തില്ല, അവൻ പുറകുറുക്കത്തില്ല. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി ഭൗതിക നന്മകൾ ആശ്രയിച്ചല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ പ്രമോഷൻ കണ്ടിട്ടല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്, നമ്മുടെ നന്മകൾ കണ്ടിട്ടല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. നാം അവനെ സ്തോത്രം ചെയ്യുന്നത്, നാം അവനെ ആരാധിക്കുന്നത്. അവൻ മാത്രമാണ് ജീവനുള്ള ദൈവം, അവൻ മാത്രമാണ് ഇന്നും പ്രവർത്തിക്കുന്നവൻ, അവൻ മാത്രമാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തിരുജീവനെ തന്നവൻ, അവൻ മാത്രമാണ് എന്നെ നിങ്ങളെയും പാപത്തിൽ നിന്ന് വിടുവിച്ചവൻ. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ചേർന്ന് ആരാധിക്കുന്നത്. രാത്രി എത്ര പേർ വിശ്വസിക്കുന്നത് ചില സങ്കടങ്ങൾ എൻ്റെ കർത്താവ് എടുത്തു മാറ്റുന്ന രാത്രിയ, ചില പ്രതികൂലങ്ങൾ എടുത്തു മാറ്റുന്ന രാത്രിയ. ആത്മാവിൽ ചേർന്ന് പറഞ്ഞ കർത്താവെ ഞാൻ ചിലത് പ്രതീക്ഷിക്കുകയാണ്. ഐ എം എക്സ്പെക്ടിങ് സംതിങ്. ഞാൻ പുറകുറുക്കുകയല്ല, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുകയല്ല, ഞാൻ പ്രതികരിക്കാതിരിക്കുകയല്ല, ഞാൻ ആമസ്തോത്രം അലക്ഷ്യമായി നടക്കുകയല്ല, എനിക്ക് ബോധിച്ച പോലെ ചിന്തിക്കുകയല്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കും, ഞാൻ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കും, എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കും. ഹല്ലേലൂയ. എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്, എന്നോട് സംസാരിച്ച വചനമുണ്ട്. അത് നിമിത്തം ഞാൻ പൊട്ടക്കിണറ്റി വീണാലും, അത് നിമിത്തം എൻ്റെ നേരെ ആക്ഷേപം ഉയർന്നു വന്നാലും, അത് നിമിത്തം ഞാൻ ജയിലായാലും, നോ, ഹല്ലേലൂയ, ഞാൻ പേടിക്കത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ നിരാശപ്പെടത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. ധൈര്യത്തോടൊന്ന് പറയാൻ പറ്റുമോ? ധൈര്യത്തോടൊന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ കരുതിയോണ്ടല്ല ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്, എൻ്റെ മമ്മി എനിക്ക് വേണ്ടി കരുതിയോണ്ടല്ല ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്, എൻ്റെ ബന്ധുമിത്രാദികൾ എനിക്ക് വേണ്ടി കരുതിയോണ്ടല്ല ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അവൻ ഞങ്ങൾക്ക് വേണ്ടി കരുതിയത് ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് മാത്രമാ. രാത്രി ചേർന്ന് പറഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി കരുതുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി കരുതുമ്പോൾ ഇന്ന് രാത്രിയിൽ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിത്താണ്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നിരാശപ്പെടരുത്. നിരാശകൾക്ക് 2025 സ്ഥാനമില്ല എന്ന് പറയാൻ പറ്റുമോ? നോ. ഹല്ലേലൂയ. എൻ്റെ ജീവിത നിരാശക്ക് സ്ഥാനമല്ല, പ്രതികൂലങ്ങൾക്ക് സ്ഥാനമല്ല. എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ ഞാൻ കാണും. ഞാൻ ചേർന്ന് ആരാധിക്കുവാൻ പോകുകയാണ് പ്രത്യാശയോടെ. എക്സ്പെക്ടിങ് സംതിങ്. വികലമായ കാലുകൾ കൊണ്ട് നിൽക്കുവാൻ പോലും ശേഷിയില്ലാത്ത വലിയ പ്രതികൂലത്തിന് നടുവിൽ he expected something. അത് വലിയ വിജയമായി മാറി. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള സമയം കൂടിയാണ്. ചേർന്ന് പാടി നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിയിടാം. ചേർന്ന് പറഞ്ഞേ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിയിടാം. സന്തോഷത്തോടെ ചേർന്ന ആത്മാവ് എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി നല്ലവനാം കർത്തനവൻ വല്ലഭനായി വിളിപ്പെടുമേ. ചേർന്ന് നല്ലവനാം കർത്തനവൻ വല്ലഭനായി
you, Jesus. Hallelujah. നന്ദി കർത്താവേ, സ്തോത്രം, സ്തോത്രം. Hallelujah, hallelujah. ആരാധിച്ചു മുന്നോട്ട് പോകുവാനുള്ള പ്രേരണയുണ്ടെങ്കിൽ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് നിർത്തുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിദാസൻ ജീവിതപ്രതിഷ്ഠ ഉയർത്തി പ്രാർത്ഥിക്കും. ഈ മീറ്റിംഗിനെ ഇടുന്ന സമയമാണ് അവൻ എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ വകച്ചു ഏൽപ്പിച്ച് കർത്താവിദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്ത കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത കർത്താവേ, ഇപ്രകാരം ഒരു കൂടിവരവ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ 2025 കർത്താവേ കർത്താവേ ആഴ്ച ഞങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത കർത്താവേ, കർത്താവേ സത്യത്തിൽ ആരാധിപ്പാൻ കർത്താവേ ഹല്ലേലൂയ ഇടയാക്കി വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ, തുടക്കം മുതൽ ഇതുവരെ സാന്നിധ്യം കൊണ്ട് നിറച്ചവനെ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ കർത്താവേ 2025 കർത്താവേ തുടക്ക നാളുകളിൽ കർത്താവേ ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ വചനം ഞങ്ങളോട് ഇടപെട്ടിരിക്കുമ്പോൾ കർത്താവേ നാളുകളിൽ കർത്താവേ കുറവുകളെ ദൈവസന്നിധിയിൽ കർത്താവേ ഹല്ലേലൂയ ഏറ്റുപറഞ്ഞിട്ട് കർത്താവേ ദൈവസന്നിധിയിൽ വീണുകിടപ്പാൻ കർത്താവേ ഇന്ന് കേട്ട വചനം ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ സ്തുതിക്കുന്ന പ്രാപ്തരാക്കേണ്ടതിന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ സ്തുതിക്കുന്ന ഞങ്ങളുടെ സമയമല്ല കർത്താവേ, ഹല്ലേലൂയ സമയമാകുന്നത് വരെ കർത്താവേ ഹല്ലേലൂയ ബലമുള്ള കൈക്കുള്ളിൽ താണിരിപ്പാൻ കർത്താവേ ഹല്ലേലൂയ സ്തുതിക്കുന്ന ഇടയാക്കണമേ കർത്താവേ, ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ വീണുപോകുന്നവരായിട്ടല്ല കർത്താവേ ഹല്ലേലൂയ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ അപ്പന്റെ കർത്താവേ ഹല്ലേലൂയ കീഴിൽ താണിരിപ്പാൻ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഉള്ളങ്ങളോടൊപ്പം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ആയിരിക്കുന്ന പ്രതികൂലങ്ങൾ വേദനകൾ പ്രതിസന്ധികൾ കർത്താവേ നാളുകളിൽ വിടുതലായി തീരുവാൻ കർത്താവേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ സ്തുതിക്കുന്ന നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ നീട്ടപ്പെട്ടിരിക്കുന്ന കരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അധികമായ ബലപ്പെടുത്തണം കർത്താവേ, ഹല്ലേലൂയ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ സഭയുടെ വളർച്ചയ്ക്കായി അനേകം പേര് ഹല്ലേലൂയ സ്തുതിക്കുന്ന സ്തോത്രം കൂട്ടിച്ചേർപ്പാൻ കർത്താവേ മക്കളെ ഒരുക്കണം, ഹല്ലേലൂയ സ്തുതിക്കുന്ന ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകളെ മാനിക്കണമേ പ്രാർത്ഥിക്കുന്ന കുടുംബമായ ഹല്ലേലൂയ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഇത് കടന്നു വരാൻ കഴിയാത്ത ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ സ്തുതിക്കുന്ന വരും ദിവസങ്ങള് പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ജനം കർത്താവേ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ കർത്താവേ ആത്മാവിൽ നിറഞ്ഞ് കടന്നു പോകത്തക്കവണ്ണ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദൈവസ്ഥാനം കൂടെ ഇരിക്കാം കർത്താവേ, പിരിഞ്ഞു പോകുന്ന കർത്താവേ ഞങ്ങളോട് കൂടെ ഇരിക്കണം സകലപ്പന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കാൻ പോകുക. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും ഇന്ന് വന്നേക്ക് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. അർക്കപ്പെട്ട ദേവകുഞ്ഞാടിന്റെ മഹത്വം. ആമേൻ. കർത്താവേ വേഗം